ഇപ്പം നമ്മുടെ വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ വെബിനാർ സീരീസിലെ 31ാമത്തെ വെബിനാറാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇന്നത്തെ വെബിനാറിന് വളരെ പ്രത്യേകതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുല്ലുവർഗ്ഗങ്ങൾ, ഗ്രാസസ്. ടാക്സോണമിക്കലി വളരെ കോംപ്ലക്സ് ആണ്. പുല്ലുകളെ കുറിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡികൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് പുല്ലുവർഗ്ഗങ്ങൾ. ഇന്ന് നമുക്ക് പുല്ലുവർഗ്ഗങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും അവയെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചും അവയുടെ എക്കണോമിക് യൂസസിനെ കുറിച്ചും എല്ലാം തന്നെ സംസാരിക്കാനായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ഗ്രാസ് എക്സ്പേർട്ടായ കുഞ്ഞിക്കണ്ണൻ സാറിനെയാണ്. സാറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവരെയും വർക്ക് വിത്ത് വി സിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞിക്കണ്ണൻ സാറിനെ പരിചയപ്പെടുത്തുന്നതിനായി നമ്മുടെ വർക്ക് വിത്ത് വി സി മെമ്പറും ഗവേഷകയുമായ രേഷ്മ രാജുവിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. വർക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന 31ാം വെബിനാർ ആയിട്ടുള്ള പുല്ല് നിസ്സാരക്കാരനല്ല എന്ന വിഷയം കൈകാര്യം ചെയ്യാന് നമുക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിത്വവും അത്ര നിസ്സാരക്കാരനല്ല. ഡോക്ടർ സി കുഞ്ഞിക്കണ്ണൻ സാറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും സാറിനെ അറിയാം. ഡോക്ടർ സി കുഞ്ഞിക്കണ്ണൻ സാറ് IFGTB കോയമ്പത്തൂരിൽ നിന്നും ഡയറക്ടർ പദവിയിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണ്. റിസർച്ച് അസിസ്റ്റന്റ് ആയി അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചു. അതിനുശേഷം 2025 വരെ IFGTBയുടെ ഡയറക്ടർ പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ കാലയളവിൽ സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ട്രീസിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ ഇന്ത്യയിൽ ധാരാളം പഠനങ്ങൾ നടത്തി. ജബൽപൂരിലെ ഗ്രാസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഗ്രാസ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ബുക്കുകളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ഗ്രാസസ് എപ്പോഴും ഒരു പിടികിട്ടാത്ത ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ല ഒരു ഇൻസ്ട്രുമെന്റ്സും മൈക്രോസ്കോപ്പും ഒന്നുമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് ശരിക്കും ഒരു ഭയങ്കര ബഹുമാനം തോന്നുന്നു. ടാക്സോണമിക്ക് ഉപരി ഇക്കോളജിയും ഇക്കോസ്റ്റോറേഷനും കേന്ദ്രീകരിച്ചിട്ടുള്ള പഠനങ്ങളാണ് കൂടുതലും നടത്തിയത്. അദ്ദേഹം ഒരു 50ഓളം റിസർച്ച് പേപ്പേഴ്സ്, അതുപോലെ ബുക്കുകൾ 10ഓളം ബുക്കുകള്, 23ഓളം ബുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആയിട്ടുണ്ട്. ഈ കോൺട്രിബ്യൂഷൻസിനെ ഒക്കെ മാനിച്ചുകൊണ്ട് ഒരു ഗ്രാസ് സ്പീഷീസിന് സാറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇസൈലാമ കുഞ്ഞിക്കണ്ണനി എന്നാണ് ആ സ്പീഷീസിന്റെ പേര്. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഗ്രാസ് എക്സ്പേർട്സിൽ ഒരാളാണ് ഡോക്ടർ സി കുഞ്ഞിക്കണ്ണൻ. നമുക്ക് അദ്ദേഹത്തിന് ഗ്രാസസിനെ പറ്റി നമുക്കറിയാൻ വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോടും എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ ഗ്രാസ് അല്ലെങ്കിൽ പുല്ല് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അതിനാണ് ഇന്ന് വന്നിരിക്കുന്നതും. അപ്പൊ അതിന്റെ ഒരു തലവാചകം കൊടുത്തിരിക്കുന്നത് പുല്ല് നിസ്സാരക്കാരനല്ല എന്നതാണ്. അപ്പോ പറയുന്നത് പോലെ തന്നെ പുല്ല് നിസ്സാരക്കാരനല്ല. നമ്മൾ കുറച്ച് പ്രസന്റേഷനിലൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോവാം. ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യാണ്. കുറച്ച് വെയിറ്റ് ചെയ്യണം.
ഇത് സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സാർ, സ്ലൈഡ് പ്രസന്റ് ആയിട്ടില്ല. ഷെയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല സാർ. ഇല്ല. എന്റെ സ്ക്രീൻ ഒന്ന് കൊടുക്കാം. വന്നു സാർ, വന്നിരുന്നു. ഇപ്പൊ വന്നിരുന്നോ? ഇടയ്ക്ക് വന്നിരുന്നു. സ്റ്റോപ്പ് ചെയ്തു. ഷെയർ സ്ക്രീൻ, എൻ്റെ സ്ക്രീനാണ് കൊടുക്കേണ്ടത് അല്ലേ? വന്നോ? വന്നിട്ടില്ല സാർ, വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ വന്നോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല സാർ. കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല, ഷെയർ ആയിട്ടില്ല സാർ. വന്നു സാർ, വന്നു. വന്നോ? വന്നു വന്നു വന്നു. കാണുന്നുണ്ടോ? സ്ലൈഡ് സ്ലൈഡ് കാണാം. അത് ഫുൾ സ്ക്രീനിൽ സ്ക്രീൻ അല്ലേ? ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെയാണ്. അപ്പൊ അടുത്തത് വരുന്നുണ്ടോ? അടുത്ത മൂവ് ആകുന്നുണ്ട്. ഓക്കെ ഓക്കെ. സ്ലൈഡ് മാറുന്നു. അപ്പോ ഓക്കെ, ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഡൈവേഴ്സിറ്റി ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ ഗ്രാസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പുല്ല് നിസ്സാരക്കാരനല്ല. പക്ഷെ ഈ ഒരു പുല്ലുകളെ കുറിച്ചുള്ള പഠനം ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജബൽപൂര് ജോലി കിട്ടിയതിന് ശേഷമാണ്. 1992, 93 മുതൽ. അപ്പോൾ ആ സമയത്ത് ആണ് എനിക്ക് സയന്റിസ്റ്റ് ആയിട്ട് അവിടെ സെലക്ഷൻ ആവുന്നതും. അവിടെ വേൾഡ് ബാങ്ക് സ്പോട്ടഡ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ജേം പ്ലാസം കളക്ഷൻ ഓഫ് ഗ്രാസസ്. അതിൽ എൻ്റെ ഡിവിഷൻ ഹെഡ് പറഞ്ഞു, ഇത് കുഞ്ഞിക്കണ്ണനാണ് എടുക്കാൻ പറ്റുന്ന ഒരാള്. ഞാനപ്പോ പുല്ലുകളെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം ആരും കാണാതെ തലയെല്ലാം പിടിച്ച് വലിച്ച് ഒരു വിഷമത്തിൽ നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇത് ശ്രമിച്ചുകൂടാ എന്നുള്ള ഒരു തോന്നലിലാണ് പുല്ലുകളെ കുറിച്ചുള്ള പഠനത്തിനുള്ള ചില കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ ലൈബ്രറി ഒക്കെ തപ്പി നോക്കിയപ്പോൾ എനിക്കൊരു നല്ലൊരു പുസ്തകം കിട്ടി. ആ പുസ്തകത്തിന്റെ ആ വിശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ പുസ്തകം കിട്ടിയതാണ് എനിക്ക് ഒരു വളരെ വളരെ സഹായകമായത്. അങ്ങനെ ജബൽപൂരിലുള്ള ആ ഏരിയയിലുള്ള
പുല്ലുകളെ കുറിച്ച് ആദ്യം പഠനം തുടങ്ങി. പിന്നീട് ആ പ്രോജക്റ്റും എടുത്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പുല്ലുകളെ കുറിച്ച് കുറച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് വിശദമായിട്ട് നമ്മൾ നോക്കാം. അപ്പൊ അതിലാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാസസ് ആർ ഇൻവാല്യുബിൾ, പുല്ലുകൾ നിസ്സാരക്കാരല്ല. അപ്പൊ ആദ്യം നമ്മൾ പുല്ലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ പുല്ല് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കള എന്നുള്ള ഒരു വാക്ക് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കള എല്ലാം ചേർന്നിട്ടാണ് പുല്ല് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പുല്ല് അല്ലെങ്കിൽ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവേസി ഫാമിലിയിലുള്ള ചെടികളെ മാത്രം പറയുന്ന പേരാണ് ഈ പുല്ല് എന്നുള്ളത്. അതുകൂടാതെ ഒരു ഗ്രൂപ്പിനും കൂടി അങ്ങനെ ഒരു പേരുണ്ട്, സെഡ്ജസ് എന്ന് പറഞ്ഞിട്ട്. സൈപ്രേസി ഫാമിലിയിലുള്ള മുത്തങ്ങ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും സെഡ്ജ് എന്നാണ് പറയുന്നത്, മുത്തങ്ങ വർഗം. അപ്പം ബാക്കിയുള്ളതൊക്കെ എന്താ? ബാക്കിയുള്ളതൊക്കെയാണ് ശരിക്കും ഫോർബ്സ് എന്ന് പറയുന്നത്. മറ്റ് ഫാമിലി എന്താ സെഡ്ജ് ഗ്രാസും ഒഴികെയുള്ള ബാക്കി എല്ലാ ഹെർബേഷ്യസ് സ്പീഷീസിനെയും ചേർത്ത് പറയുന്നതാണ് ഫോർബ്സ്. അപ്പൊ അങ്ങനെ 3 ഗ്രൂപ്പാണ് നമ്മൾ ഹെർബേഷ്യസ് സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ പുല്ലുകൾ എവിടെയാണ് കാണുന്നത്? നമുക്ക് ഇങ്ങനെ ഉള്ള വിവരത്തിനനുസരിച്ച് അറിയുന്നത് ഓൾ പ്ലേസസ് എക്സെപ്റ്റ് ഓൺ ഐസ്. ഐസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തല്ലാതെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പുല്ലുകളെ കാണാം. എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം, പല ഇക്കോസിസ്റ്റത്തിലും അത് ഗ്രാസ് ലാൻഡ് ആവാം, സാവന വിത്തിൻ ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ഏരിയയിൽ, ഡെസേർട്ട് ഏരിയ, പിന്നെ വെറ്റ്ലാൻഡ് ഏരിയയിലും, പിന്നെ അതുപോലെ തന്നെ കൾട്ടിവേറ്റഡ് ഏരിയയിലും എല്ലാം തന്നെ നമുക്ക് പുല്ലുകളെ കാണാൻ പറ്റും. ഇനി അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? പുല്ലുകള് ആണ് ആദ്യം ഒരു ഡിസ്റ്റർബ്ഡ് സൈറ്റിൽ അല്ലെങ്കിൽ ഒരു നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ പുതുതായി എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് എത്തുന്ന ഒരു ഗ്രൂപ്പാണ് പുല്ലുകൾ. ഇനി അതില് 2 ടൈപ്പാണ് നമ്മൾ പുല്ലുകളിൽ പറയുന്നത്. 2 ടൈപ്പ്. ഒന്ന് പെരിനിയൽ എന്ന് പറഞ്ഞാൽ ബഹുവർഷീയ ചെടികളും, അതുപോലെ ഒരു വർഷത്തിലും അത് പൂത്ത് കായ്ച്ച് വിത്തായി തീർന്നു പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന അങ്ങനെയുള്ളത് ആനുവൽ ആയിട്ടുള്ള, ആനുവൽ ആൻഡ് പെരിനിയൽ. അപ്പൊ ആനുവൽ ആണെങ്കിൽ ആ ഒരു 1-2 മാസത്തിനുള്ളിൽ അതിന്റെ എല്ലാ ലൈഫും കംപ്ലീറ്റ് ആകും. അപ്പൊ ഇത് രണ്ടും വളരെ ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ഗ്രൂപ്പാണ്. കാരണം പെരിനിയൽ ഗ്രാസസ് ആണ് വലിയ ഗ്രാസ് ലാൻഡിലൊക്കെ ധാരാളം ഉള്ളത്. അതിനിടയിൽ തന്നെ ആനുവൽ ഗ്രാസസും ധാരാളമായിട്ടുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻസ് ആണ് മോസ്റ്റ്ലി ലൈറ്റ് ഡിമാൻഡിങ്. നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ്, സൂര്യപ്രകാശം ധാരാളം കിട്ടുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പുല്ലുകൾ വളരുന്നത്. അത് എങ്ങനെയെങ്കിലും ഷെയ്ഡ് അല്ലെങ്കിൽ തണല് അവിടെ വന്നു കഴിഞ്ഞാൽ പതുക്കെ ഇല്ലാതായി മാറുന്നുണ്ട്. അപ്പം പിന്നെ ഷെയ്ഡ് ലവിങ് ആയിട്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ഡിൽ വളരുന്ന വളരെ കുറച്ച് ഗ്രാസുകൾ കുറെ ഉണ്ട്. മരത്തിന്റെ മേലെ കൊമ്പിലെല്ലാം വളരുന്നതുകൊണ്ട് അതൊക്കെ കാട്ടിനുള്ളിൽ കാണുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ശരിക്കും ഷെയ്ഡ് ലവിങ് സ്പീഷീസ് ആയിട്ടുള്ള ഒരു ഗ്രാസ് ആണ് ഈ ഒപ്ലിസ്മെനസ് ബ്രഹ്മാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒപ്ലിസ്മെനസ് കമ്പോസിറ്റസ് കാട്ടിൽ കാണും. അപ്പോൾ അതുപോലെ വേറെ കുറെ സ്പീഷീസ് അങ്ങനെ കുറച്ചെണ്ണം മാത്രം അത് ഷെയ്ഡ് ലവിങ് ആണ്. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ഞാനിപ്പോ സൈലന്റ് വാലിയിൽ നിന്ന് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഈ മേലെയുള്ള ഒരു പിക്ചറിൽ എല്ലാം ഗ്രാസ് ലാൻഡ് ആയിരുന്നു. ആ ഒരു ടവറിന്റെ മേലെയും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ ഇപ്പം ഗ്രാജുവലി ട്രീ ഗ്രോത്ത് വന്നിട്ട് അത് മൂടിപ്പോയി തുടങ്ങിയിരിക്കുന്നു. അപ്പോ അതിന്റെ ഒരു സ്റ്റഡി ഗ്രാസസ് എന്താവുന്നതും എന്നൊന്നില്ല ഒരു സ്റ്റഡി ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഈ ഏറ്റവും താഴത്തുള്ള ഒരു പിക്ചറാണ് ഒരു പുല്ലിന്റെ ഡീക്കേ ആയി പോയിട്ട് ഇല്ലാതാവുന്ന ഒരു ഫോട്ടോ ആണ്. ശരിക്കും ഇത് ഷെയ്ഡ് കൂടുതൽ വന്നുകൊണ്ടിരുന്നാല് പുല്ലുകളെല്ലാം ഇല്ലാതായി വുഡ്ലാൻഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാസ് ലാൻഡ് ഒക്കെ തന്നെ പിന്നീട് അത് മാറി വുഡ്ലാൻഡ് ആവാം. നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുവാണെങ്കിൽ ഗ്രേസിങ്ങും ഫയറും ഇല്ലെങ്കിൽ അത് തിരിച്ച് വുഡ്ലാൻഡിലേക്ക് മാറും എന്നാണ് പല എക്സ്പെരിമെന്റും കാണിക്കുന്നത്.
ഇനി ഈ പുല്ലുകളൊക്കെ എവിടെയാണുള്ളത്? അതാണ് നമ്മുടെ ഏകദേശം ഒരു 24% നമ്മുടെ ഇന്ത്യൻ ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ 24% ഗ്രാസ് ലാൻഡ് കവറാണ്. അപ്പൊ അതില് നമുക്ക് അടുത്തുള്ളത് തന്നെ റോളിംഗ് ഷോല ഗ്രാസ് ലാൻഡ് വെസ്റ്റേൺ ഗട്ട്സിലുള്ള, അതുപോലെ സെമി അരിഡ് പാസ്റ്റേഴ്സ് ഓഫ് ഡെക്കാൻ പെനിൻസുല എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് അല്ലെങ്കിൽ മിഡിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉള്ള ഈ സെമി ഏറിഡ് പാസ്റ്റേഴ്സ് ആണ് ഒരു ഗ്രാസ് ലാൻഡ്. ദെൻ പിന്നെ ഹ്യൂമിഡ് സെമി വാട്ടർ ലോഗ്ഡ് ഏരിയാസ്, അത് തറൈ ബെൽറ്റ് എന്ന് പറയും. യു പി പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ അങ്ങനെയൊക്കെയുള്ള ആ ഏരിയയിലൊക്കെ, ഈവൻ പിന്നെ ഉത്തരാഞ്ചൽ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഇതാണ് ഹ്യൂമിഡ് വാട്ടർ ലോഗ്ഡ് ഏരിയ, തറൈ ബെൽറ്റ്. അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൽപൈൻ പാസ്റ്റേഴ്സ് ഇൻ ഹിമാലയ. അപ്പൊ ഇവിടെയൊക്കെയാണ് ഈ ഗ്രാസ് ലാൻഡ് ധാരാളമായിട്ട്. പിന്നെ ഓരോ കാട്ടിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് സാവന്നയായിട്ടും ഹിൽ ടോപ്പ് സാവന്നയായിട്ടും ഒക്കെ ഉണ്ട്. അതില് പുല്ലുകളുടെ ചില അസോസിയേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് പല അസോസിയേഷനായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെഹിമ ഡൈക്കാന്തിയം ടൈപ്പ്, അതുപോലെ ഡൈക്കാന്തിയം സെൻക്രസ്, ലസ്യൂരിയസ് ടൈപ്പ്, ഫ്രാഗ്മൈറ്റിസ് സക്കാരം ഇംപെറട്ട. ഇതെല്ലാം നദീതടങ്ങ ആ ഏരിയയിലാണ് ഈ ഫ്രാഗ്മൈറ്റിസ് സക്കാരം ഇംപെറട്ട ടൈപ്പ് ഉള്ളത്. അതുപോലെ പിന്നെ തിമിഡ, ദെൻ ടെമ്പറേറ്റ് ആൽപൈൻ ടൈപ്പ്, അത് ഹിമാലയത്തിന് മേലുള്ള ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആണ്. അപ്പൊ ഈ ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, കാരണം ഗ്രാസിനെ കുറിച്ച് തന്നെ പറയാൻ ധാരാളമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് വെസ്റ്റേൺ ഗട്ട്സിലുള്ള സിസ്പാറ എന്നുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് ഇത്, ഷോല ഗ്രാസ് ലാൻഡ്. പിന്നെ സൈലന്റ് വാലിയിൽ തന്നെ ലോവർ എലിവേഷൻ ഗ്രാസ് ലാൻഡ് ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പൂച്ചപ്പാറ ഏരിയയിൽ പോകുമ്പോൾ കാണുന്ന ഒരു പാച്ചാണ്. പക്ഷെ ഞാൻ 90-ലൊക്കെ പോയ ഫുൾ ഗ്രാസ് ലാൻഡ് ആയിരുന്നു. അതിനുശേഷം ഇത് 2003-2004 എടുത്ത ഒരു ഫോട്ടോ ആണ്. ധാരാളം മരങ്ങൾ, ചെറിയ വെറ്റ്ലാൻഡിയ തൈറസോയിഡിയ, അതുപോലെ ഗ്ലോക്കിഡിയം അങ്ങനെയുള്ള മരങ്ങൾ ഇതിൽ വളർന്നു വന്നിട്ട് തിരിച്ച് അത് ഒരു കാടായി മാറുവാണ്. അത് ലോ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ് ലാൻഡിന് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്, കാരണം അത് ഡിസ്റ്റർബൻസ് വഴി വരുന്നതാണ്. ഇത് വിശാഖപട്ടണത്തിലുള്ള അరకు വാലിയിലുള്ള ഒരു ഡ്രൈ ഗ്രാസ് ലാൻഡ് ആണ്. മെയിൻലി അതിലുള്ളത് പിന്നെ ഈ ഫോണിക്സ് ആണ്. ഫോണിക്സ് ലോറേറി എന്ന് പറയുന്ന ചീന്ത്, അതിന്റെ സ്പീഷീസ് ആണ്. അതിന്റെ കൂടെ ധാരാളം ഇതുപോലെ പുല്ലുകളും, അതില് പെനിസീറ്റം, ഹൊഹനക്കേറി, അതുപോലെയുള്ള മറ്റ് ഇംപെറട്ട, ദെൻ തിമിഡ അങ്ങനെയുള്ള പല സ്പീഷീസുകളാണ്. ഇത് പക്ഷേ ഇങ്ങനെ ആയി മാറിയിരിക്കുന്നത് കാരണം ദിസ് ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് പ്രസൻസ് ഓഫ് ബോക്സൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഒറീസയിൽ ഇങ്ങനെയുള്ള ഡ്രൈ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. അതുപോലെ പിന്നെ അరకు വാലി, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്, ഇതും അവിടെ തന്നെയാണ്. അതേ കുന്നിന്റെ മേലെ ഒരു ചിത്തംകൊണ്ടി എന്നുള്ള ഒരു പേരുള്ള ഒരു മലയുടെ മേലെയാണിത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ അതിൽ നിൽക്കുന്നത്, ഡോക്ടർ ഗുരുദേവ് സിംഗ്. അതിന്റെ മേലെ നല്ലൊരു മാർഷി ലാൻഡ് ഉണ്ട്. അവിടെ ഈ നെല്ലിന്റെ വൈൽഡ് ഇനങ്ങളും അതുപോലെ ധാരാളം ഹൈഡ്രോഫൈറ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഇവിടെ കാണാമായിരുന്നു. അപ്പം ഇത് ബോക്സൈറ്റ് മൈനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു EIA എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താൻ വേണ്ടി പോയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഇനി ഇതൊരു തടോബ നാഷണൽ പാർക്കിലുള്ള ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റ് ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ അവിടുന്ന് മാറ്റി പാർപ്പിച്ച സ്ഥലത്ത് ഉണ്ടായി വന്ന ഒരു ഗ്രാസ് ലാൻഡ് ആണ്. അതിലിപ്പം കുറെ മരങ്ങളൊക്കെ വളർന്നു വന്നു. ഇത് ഏകദേശം 96-ലൊക്കെ എടുത്ത ഫോട്ടോ ആണ്, 1996 എടുത്ത ഫോട്ടോ ആണ്. അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ വുഡ്ലാൻഡ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആയി തന്നെ മാറിയിട്ടുണ്ടാവും. ഇതും അവിടെ നിന്നില്ല തന്നെയാണ്. ഇതും ഒരു സാവന്ന ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ധാരാളം പുല്ലുകളും പിന്നെ ഹെർബേഷ്യസ് സ്പീഷീസ് ഒക്കെ ആയിട്ട് ഉള്ളതും കുറച്ച് മാത്രം വുഡി സ്പീഷീസ് ഉള്ള അങ്ങനെയുള്ള ഒരു ഫോർമേഷൻ ആണ് സാവന്ന എന്ന് പറയുന്നത്. ഇത് അതേ താഡോബയിൽ തന്നെ ഒരു ലേക്കിന്റെ ചുറ്റിലും കാണുന്ന മോസ്റ്റ്ലി ലെഡ്വിജിയ, അതുപോലെ ഗ്രാസ് പർട്ടിക്കുലർലി സ്പോറോബോളസ്, പാനിക്കം അങ്ങനെയുള്ള സ്പീഷീസും, പിന്നീട് വെറ്റിവർ
ധാരാളമായിട്ട് വെറ്റിവർ അല്ലെങ്കിൽ നമ്മുടെ രാമച്ചം ധാരാളമായിട്ടുള്ള ഒരു 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 പുൽമേട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വെറ്റ് പുൽമേട് എന്ന് പറയാം ഈ തഡോബ നാഷണൽ പാർക്കിൽ. പിന്നെയുള്ളത് ഹിമാലയൻ ഗ്രാസ് ലാൻഡ്. ഇതൊക്കെ ഈ ഫോട്ടോഗ്രാഫ് എൻ്റെ സ്വന്തമല്ല, ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. അതിനെ സോറി ഹിമാലയൻ ഗ്രാസ് ലാൻഡ് തിബറ്റ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ ഇതും ധാരാളമായിട്ടുള്ള എന്താണ് ഈ പുല്ലുകൾ അവിടെ കാണുന്നതാണ്. അതേപോലെ തറൈ റീജിയൻ, ഈ കോർബറ്റ് നാഷണൽ പാർക്കിലുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ് ആണ്. പിന്നീട് തറൈ ബെൽറ്റ് വീണ്ടും നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ നോർത്തേൺ ബംഗാൾ, അതുപോലെ ആസാം, അവിടെയൊക്കെ കാണുന്നത് കുമാർഗാവ് അല്ലെങ്കിൽ അലിപ്പൂർ ദ്വാർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ധാരാളം പുൽമേടുകളുണ്ട്. പക്ഷെ വലിയ വലിയ പുല്ലുകളായിരിക്കും, നമ്മൾ നിന്ന് കഴിഞ്ഞാലൊന്നും കാണാൻ പറ്റില്ല, അത്രയും വലിയ പുല്ലുകളായിരിക്കും. പെരിനിയൽ ഗ്രാസസ് ആണ് മോസ്റ്റ്ലി. ഇതേപോലെ തന്നെ മനാസ് നാഷണൽ പാർക്കിലും പിന്നെ ഈ റൈനോസ് എലിഫൻസ് ഒക്കെയുള്ള ആ ഒരു ഗ്രാസ് ലാൻഡ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ എത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ പുല്ലുകളുള്ളതെന്ന്, അല്ലെങ്കിൽ വേൾഡിൽ നമ്മൾ നോക്കുമ്പോഴത്തെ ഏകദേശം 10,000 മുതൽ 12,000 വരെ സ്പീഷീസ് ഉണ്ടെന്നാണ് ഒരു എസ്റ്റിമേറ്റ്. 813 ജനറയില് 12,000-ഓളം സ്പീഷീസ് ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ കുറച്ച് ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ളത് ഒരു കെലോഗ് എന്ന ഒരാളുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2023 ഒരു കമ്പൈലേഷൻ ചെക്ക് ലിസ്റ്റ് ഓഫ് ഗ്രാസസ് എന്നും പറഞ്ഞിട്ട് അതിൽ വന്നതാണ് 1506 സ്പീഷീസ് ആണ് പോവേസി ഫാമിലിയിലുള്ള ഗ്രാസസിലുള്ളത്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു ബിഗസ്റ്റ് ഫാമിലി, ലാർജസ്റ്റ് ഫാമിലി ഇൻ ഇന്ത്യ. പിന്നീട് ഉള്ളതാണ് ഓർക്കിഡേസി 1430 സ്പീഷീസ്, പിന്നെ ലെഗുമിനോസി 1297 സ്പീഷീസ്, ആസ്റ്ററേസി 1250 സ്പീഷീസ്. ഇങ്ങനെയാണ് അതിന്റെ ഫാമിലിയുടെ വലിപ്പം പറയാൻ പറ്റുന്നത്. ഇതൊക്കെ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് കാണിക്കുന്നതാണ്. ഇനി ഈ ഒരു സ്ലൈഡൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സ്ലൈഡ് നമ്മുടെ കൊലാപൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ SR യാദവ് ഇതിലുള്ള കുറച്ചെണ്ണം അവർ തന്നതാണ്. കാരണം പുല്ലുകളെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ്. അത് വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇതൊക്കെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് ഗ്രാസസ് എന്ന് പറയാം നമുക്ക്. അത്രയും സുന്ദരമായിട്ടുള്ള ഈ പുല്ലുകളെ പഠിക്കാനാണ് ബോട്ടാണിസ്റ്റ് വരെ നൈറ്റ് മെയർ ആയിട്ട് കണക്കാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നൈറ്റ് മെയർ ആണ്. കാരണം ഇത് പുല്ലുകളെ നമ്മൾ ഡിസെക്ട് ചെയ്യുന്നതാണ് ഏറ്റവും വിഷമം, സിമിലാരിറ്റി ആണ് പ്രശ്നം, നമുക്ക് അതിലേക്ക് കടക്കാത്തത് എന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ ഈസിയാണ് ഡിസെക്ട് ചെയ്യാൻ. ഇതിനെ ഗ്ലിസറിനിൽ ഇട്ടിട്ട് തിളപ്പിക്കുകയോ ഒന്നും വേണ്ട. കുറച്ചു നേരം വെള്ളത്തിലിട്ട് അത് ഡ്രൈ കുറച്ച് സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൽ വെച്ച് ഈസി ആയിട്ട് ഡിസെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രാസസ്. അപ്പം കണ്ടില്ലേ, ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ പുല്ലുകളുടെ ഒരു എന്താണ് ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് തന്നെ പറയാം. അത് അടുത്തത് ഇതേ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. അപ്പൊ ഓരോന്നിനും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെയും കാണിക്കുവാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ വേൾഡ് ആണ് നമ്മുടെ ഗ്രാസസ്. ഇനി അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് വ്യൂ ആണ് ഇത്. ഇതും അദ്ദേഹത്തിന്റെ തന്നെ സ്ലൈഡാണ്. എന്താണ് ഇതിന്റെ ഓർണമെന്റേഷൻ, ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ്? ഈ ഗ്ലൂം അല്ലെങ്കിൽ ഒരു സ്പൈക്കലിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഗ്ലൂം, ഔട്ടർ ഗ്ലൂം സ്റ്റെറൈൽ ഗ്ലൂം എന്ന് പറയും, ഉള്ളിലുള്ള ഗ്ലൂംസിനെ പറയും ഫെർട്ടൈൽ ഗ്ലൂംസ് എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിന്റെ ഓർണമെന്റേഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ജീനസ് ഐഡന്റിഫൈ ചെയ്യുന്നതും. പിന്നെ ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഈസി ആയിട്ട് ഒന്ന് ചെറുതായി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഓരോ സ്പൈക്കലെറ്റിന്റെയോ അതിന്റെ ഓർണമെന്റേഷൻ കണ്ടില്ലേ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഗ്ലൈഫോക്ലോവ ഫോർഫിക്കുലറ്റ എന്ന ഒന്നിന്റെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ലോവർ ഗ്ലൂം ഓർണമെന്റേഷൻ. ഇത്രയും
ഡിഫറൻസ് ഒരേ സ്പീഷീസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ വേരിയേഷൻസ് ആണ്. ഇനി നമ്മൾ ഒന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നൊന്ന് പഠിക്കാം എന്ന് തോന്നുന്നു. ഇപ്പൊ ഇതാണ് ഒരു സ്പൈക്കിലെറ്റ്. ഈ കാണുന്ന ഒറ്റ പിക്ചറാണ്. അതില് ഗ്ലൂംസ്, ഏറ്റവും പുറത്തുള്ള ഗ്ലൂംസ് ഉണ്ട്, അതിനുള്ളിൽ ലെമ്മയുണ്ട്, പാലിയ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതാണ് ശരിക്കുള്ള ഒരു ഡയഗ്രാമാറ്റിക് പിക്ചർ. എന്താ, ആദ്യം ഇത് ആക്ച്വലി ഒരു സ്പൈക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്പൈക്ക് അല്ലെങ്കിൽ പാനിക്കിൾ എന്ന് പറഞ്ഞാൽ സെസൈൽ ഫ്ലവേഴ്സ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ മെയിൻ ആക്സിസിനാണ് റാച്ചില്ല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്പൈക്കിലെറ്റിനെ കവർ ചെയ്ത ഒരു ഇതുണ്ടാവും, അതിനാണ് ലെമ്മ എന്ന് പറയും. അതിന്റെ ഉള്ളിലുള്ള കവർ ഗ്ലൂം അല്ലെ, അതിന് പാലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു സ്പൈക്കിലെറ്റിന്റെ ടോട്ടൽ വ്യൂ. ഇപ്പോൾ ഗ്ലൂംസ് ഏറ്റവും താഴത്ത് ആ ഗ്രീൻ കളറിലുള്ളത് ഗ്ലൂംസ് ആണ്. പിന്നെ അതിനുള്ളിലുള്ളത് പിന്നെ 1, 2, 3 സ്പൈക്കിലെറ്റ് ഒന്നിച്ചുണ്ടാവാം. അപ്പൊ അതിൽ ലെമാസ് ഉണ്ട്. പിന്നെ ഓരോ ലെമാസിനും നമുക്ക് മേലെ ഓൺസ് കാണാം, സൂചി പോലുള്ള ഒരു ഭാഗം. ഇതൊക്കെ ഓരോ പർപ്പസിനാണ്. പക്ഷേ നമുക്ക് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ പേടിപ്പിച്ച് കളഞ്ഞു. കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ഈ സ്പൈക്കിലെറ്റിന്റെ ഡയഗ്രാമാറ്റിക് സ്കെച്ച് കണ്ടപ്പോ ഇത് വലിയൊരു സാധനമാണെന്ന് നമ്മൾ പണ്ടേ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ്, ഈ ഒരു പേടി കൊണ്ടാണ് ശരിക്കും ആർക്കും ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിയാവുന്നത്. ശരിക്കും ഇത്ര വലിയൊരു പിക്ചർ ഈ ചെറിയ ഒന്നിൻ്റെ ഉള്ളിലാണെന്നില്ല അന്നേരം നമുക്ക് അറിയുന്നില്ല. ഇതാണ് ഈ ഗ്രാസിലേക്ക് നമുക്ക് പേടി വരാനുള്ള കാരണം. ഇപ്പോഴും ടീച്ചേഴ്സ് ഗ്രാസസ് തൊടുന്നില്ല. അവർ നൈറ്റ് മെയർ ആയിട്ടാണ് ഗ്രാസ് ടാക്സോണമി കണക്കാക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പൈക്കിലെറ്റില് ചിലപ്പോൾ ചില സ്പീഷീസിനത് സെസൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു സ്പൈക്കിലെറ്റും ഒരു പെഡിസൈൽഡ് സ്പൈക്കിലെറ്റും ഉണ്ടാവും, 1, 2 അല്ലെങ്കിൽ 2 പെഡിസൈൽഡ് സ്പൈക്കിലെറ്റും. ഇപ്പോൾ നമുക്ക് സ്വർഗം എന്നുള്ള സ്പീഷീസ് ജീനസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ അതിൽ കാണാൻ പറ്റും. അപ്പൊ ഇത് അതിന്റെ ഓർണമെന്റേഷനും അതിന്റെ നമ്പർ ഓഫ് ഈ ഗ്ലൂംസും അതിന്റെ ഷേപ്പും ഇതൊക്കെ, നമ്പർ ഓഫ് നെർവ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമേ ഉണ്ടാവില്ല. അന്ന് ശ്രമിക്കുകയേ വേണ്ടു. പിന്നീട് അതിന്റെ ഫ്ലവർ ഇതാണ്, താഴത്ത് അതിന്റെ ലോഡിക്യൂൾ, പിന്നെ ഓവറി, സ്റ്റിഗ്മ, സ്റ്റേമൻസ്. ഇപ്പൊ 3 സ്റ്റേമൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്റ്റിഗ്മ ഫെദറി ആയിരിക്കും അല്ലെങ്കിൽ പ്ലൂമോസ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ സിയാമേസ്, നമ്മുടെ ചോളത്തിന്റെ ഒരു സ്റ്റിഗ്മയാണ്. അതിന്റെ തലമുടി പോലെ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു വന്നിരിക്കുന്നത്. അത് ഒരു വലിയ ലാർജസ്റ്റ് സ്റ്റിഗ്മ എന്ന് പറയാം നമുക്ക് അതിനെ, ഈ ചോളത്തിന്റെ സ്റ്റിഗ്മ. അപ്പോൾ അത് മാത്രമല്ല, ഈ സ്പൈക്കിലെറ്റിന്റെ ക്യാരക്ടേഴ്സ് മാത്രമല്ല ഒരു സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട്, പിന്നെ അതിന്റെ ഇലയും അതിന്റെ ഷീത്തും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. അതാണ് ലിഗ്യൂൾ എന്ന് പറയും. അതിന്റെ ക്യാരക്ടറും ഇതിന്റെ പ്ലാന്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ ഗ്രാസിലേക്ക് ഇൻട്രസ്റ്റ് വന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല പ്രോജക്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഇത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ലൈബ്രറിയിൽ തപ്പിയപ്പോഴാണ് ഈ ഒരു ബുക്ക് കിട്ടിയത്, ദ ബോംബെ ഗ്രാസസ്, ബ്ലാറ്റർ ആൻഡ് മെക്കാൻ. അത് നല്ലൊരു ഇല്ലസ്ട്രേറ്റഡ് ബുക്കാണ്. ഞാൻ ഇതില് അറിയുന്ന സ്പീഷീസിനെ വെച്ചിട്ട് ഡിസെക്ട് ചെയ്ത് നോക്കി അതിനെ പഠിച്ചു ആദ്യം. എന്ന് പറഞ്ഞാൽ ഓരോ ഗ്ലൂംസ് എന്താണ്, പാലിയ എന്താണ്, ലെമ്മ എന്താണ് എന്ന് പഠിച്ചതിന് ശേഷം ആ സ്പീഷീസിനെ ഡിസെക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു 8 സ്പീഷീസ്, എറാഗ്രോസ്റ്റിസിന്റെ 8 സ്പീഷീസ് ഒരു ദിവസം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു. 8 ഗ്രാസ് സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത്. അപ്പം ഈ ഒരു ബുക്കാണ് അതിന് സഹായിച്ചത്. അപ്പൊ അതിൽ ഇങ്ങനെ നല്ല ഇല്ലസ്ട്രേഷനും കൊടുത്തിട്ട്, ഡയഗ്രാമാറ്റിക് ഡ്രോയിങ് ആണ്, പക്ഷെ അതിന്റെ ഓരോ പാർട്ടിന്റെയും ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ശരിക്കും ഒരു ഗ്രാസ് ടാക്സോണമി അല്ലെങ്കിൽ ഗ്രാസ് ഐഡന്റിഫിക്കേഷൻ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയ. അങ്ങനെ ഏകദേശം 136 സ്പീഷീസ് ജബൽപൂർ ഏരിയയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രാസസ് ഓഫ് ജബൽപൂർ എന്ന് പറഞ്ഞിട്ട്.
ഇനി നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന പുല്ലുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മുടെ അവൽ പുല്ലെന്ന്, ഞാൻ പറയുന്ന പേരാണ് അവൽ പുല്ലെന്ന്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചുവന്ന അരിയുടെ അവല് പോലെ ഉണ്ടാവും കണ്ടാല്. ഈ ചുവന്ന കളറിൽ കാണുന്നില്ലേ, ഇത് ധാരാളമായി നല്ല ഉറപ്പുള്ള ചവിട്ടി അമർത്തി ഗ്രേസിംഗ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ പുല്ല് കാണുന്നത്, എറാഗ്രോസ്റ്റിസ് യൂനിയോലോയിഡസ്. അതുപോലെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തും ചുറ്റിലൊക്കെ ആയിട്ട് കാണുന്ന വേറെ 2 സ്പീഷീസ് ആണ് എറാഗ്രോസ്റ്റിസ് ടെനല്ല. വളരെ ഫൈൻ ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇത്, ടെനല്ല. അതുപോലെ എറാഗ്രോസ്റ്റിസ് വിസ്കോസ. ഈ വിസ്കോസ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഈ ഒന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വഴുവഴുപ്പുണ്ടാവും, ഒട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അതാണ് വിസ്കോസ എന്നതിന്റെ അതിന് പേര് വരാൻ കാരണം. അപ്പൊ ഇതാണ് അതിന്റെ നേച്ചർ ഓഫ് സ്പൈക്കിലെറ്റ്. അത് താഴത്ത് ഒരു ഗ്രൂപ്പ് താഴത്തുനിന്ന് ആ ഗ്ലൂംസ് ഒക്കെ സ്പൈക്കിലെറ്റ് ഒക്കെ വീണു പോകും, മറ്റൊരു ഗ്രൂപ്പ് മേലിന്ന് പൊട്ടി പോകും. അപ്പൊ ഇത് രണ്ട് വെച്ചിട്ടാണ് 2 ഗ്രൂപ്പായി തിരിക്കുന്നത് ഈ എറാഗ്രോസ്റ്റിസിന്. ഇനി അടുത്തത് നമുക്ക് അറിയുന്നത് തന്നെയാണ് ഈ സക്കാരം അരുണ്ടിനേഷ്യം എന്ന് പറഞ്ഞ നായ്ക്കരിമ്പ് അല്ലെങ്കിൽ കരിമ്പിന്റെ ഒരു സ്പീഷീസ് ആണ്. അതിനിപ്പോ പേര് മാറിയിട്ടുണ്ട്, ട്രിപ്പീഡിയം അരുണ്ടിനേഷ്യം എന്നും. പിന്നെ സക്കാരം ഒഫീഷ്യനര, നമ്മുടെ കരിമ്പ്, അതും ഈ ഗ്രാമിനെ ഫാമിലിയിലാണ് ഇത് രണ്ടും. പിന്നെ സക്കാരം സ്പോണ്ടേനിയ, അതിന്റെ തന്നെ ജീനസിലാണ് സക്കാരം സ്പോണ്ടേനിയം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇതിന്റെ പേര് മലയാളത്തിലെ പേര് കുശ എന്നാണ്. ലവകുശനിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരു കഥയുണ്ട്. വാൽമീകി മറ്റേ കുട്ടി സീതയുടെ കുട്ടി കളിക്കാൻ പോയി, തിരിച്ചു വന്നില്ല. അപ്പോഴത്തേക്ക് വാൽമീകി വേറെ എന്തൊക്കെ പുല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്കുന്ന, അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായതും അത് ഈ പുല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്, കുശ. അപ്പൊ അതിന്റെ വേറൊരു സ്പീഷീസ് ആണ് സക്കാരം മുഞ്ച. ഇത് നോർത്തിലാണ് കാണുന്നത്, ബംഗാളില്, ജാർഖണ്ഡ് അങ്ങനെയുള്ള നദീതടങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത്. പിന്നീടാണ് വേറൊന്നാണ് ഈ അരുണ്ടോഡോണാക്സ്, ആറ്റുകരിമ്പ് എന്ന് പറയും. അരുവിയുടെയും തടാകത്തിന്റെ ഒക്കെ കരയിൽ നല്ല മണ്ണൊലിപ്പിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ്. പക്ഷെ ചിലപ്പോഴും ഇതിനെ പറയും ഇതൊരു ഇൻവാസീവ് സ്പീഷീസ് ആണ്, വളരെ ഡേഞ്ചറസ് ആണ്, ഇതിനെല്ലാം വെട്ടിക്കളയണമെന്നും പറയും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നല്ല സാധനമാണ്, ഇതിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് വേറെ ഒന്ന് നമ്മുടെ വീട്ടിന്റെ ചുറ്റിലും വളപ്പിലും ഒക്കെ വളരുന്നതാണ് സെറ്റേറിയ വെർട്ടിസില്ലാറ്റ എന്ന് പറഞ്ഞിട്ട് കവരപ്പുല്ല്. ഇത് അതിന്റെ സ്പൈക്ക് തന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ് പാനിക്കുകൾ തന്നെ എടുത്ത് നമ്മളൊന്ന് ഒരു ഡ്രസ്സിന്റെ മേലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഒട്ടി നിൽക്കും. അതിന്റെ മുള്ള് പോലുള്ള ബാർബറ്റ് വെർട്ടിസില്ലേറ്റ് എന്നല്ല, റിട്രോസ്റ്റിവ്ലി ബാർബ് എന്നാണ് ഇതിന് പറയാ, അത് അങ്ങനെ പിടിച്ചു നിൽക്കും. പിന്നീട് ഉള്ളതാണ് പെനിസീറ്റം പർപ്യൂറിയം, നാപ്പിയർ ഗ്രാസ്. ഇത് ഫോഡർ ഗ്രാസ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നു, പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് അത്ര സ്പ്രെഡ് ആവുന്നില്ലെങ്കിലും പക്ഷെ ബാക്കിയുള്ള ഒരുപാടെണ്ണം, പെനിസീറ്റം പോളിസ്റ്റാക്യം, നമ്പീശം പുല്ല് അല്ലെങ്കിൽ പെഡിസില്ലാറ്റം, ഇത് പെഡിസില്ലാറ്റം, കോതപ്പുല്ല്, പുഴുപ്പുല്ല്, പെനിസീറ്റം ഹൊഹനക്കേറി. ഇത് നമുക്ക് ധാരാളമായിട്ട് ഇവിടെ കാണുന്നില്ല. ഹൊഹനക്കേറി ഇത് കാണുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശില് ഈ ഒരു പുല്ലിനെ കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കയറ് നമ്മുടെ തലയിലൊക്കെ വെക്കുന്ന തെരി ഉണ്ടാക്കാനും പിന്നെ മറ്റുള്ള കയറിന്റെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുന്നു ആന്ധ്രാപ്രദേശിൽ. പിന്നെ മെഗാതൈർസിസ് മാക്സിമസ് അല്ലെങ്കിൽ പാനിക്കം മാക്സിമ, ഇത് ഇപ്പോഴ് ഫോഡർ ഗ്രാസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വന്നതാണ്. പക്ഷെ ഇത് ധാരാളമായിട്ട് സ്പ്രെഡായി മറ്റുള്ള പുല്ലുകളെ മുഴുവൻ നശിപ്പിച്ചിട്ട് മുന്നേറുകയാണ്. അപ്പൊ ഇവരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിന് ഒന്നും ചെയ്യാനില്ല, ഒരു ഷെയ്ഡുള്ള സ്ഥലത്താണെങ്കിൽ ഇത് വളരില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് കൂട്ടുക, അത്ര തന്നെ, തണല്. ഇനി ഈ ഒരു സ്പീഷീസ് ആണ് രാവണമീശ എന്ന് പറഞ്ഞത്. ഇത് ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ് ഈ കാണുന്നതല്ല, അതിന്റെ സീഡ്സ് ആണ്. സ്പൈനിഫെക്സ് ലിറ്റോറിയസ്. ഇത് ഇവിടുന്ന് പൊട്ടിയിട്ട് കടൽക്കരയിൽ കാറ്റിൽ പറന്ന് അല്ലെങ്കിൽ ഉരുണ്ട് ഈ മണ്ണിന്റെ അടിയിലേക്ക്, കടൽക്കരയിലെ മണലാണ്, അതിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മുളച്ച് വന്നോളും. അപ്പൊ ഇത് കടൽക്കരയിൽ മാത്രം കാണുന്ന ഒരു ഉപ്പിനെ നന്നായിട്ട് പ്രതിരോധിക്കാനും പറ്റുന്ന ഒരു സ്പീഷീസ് ആണ്. പിന്നെ ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എലക്ട്രോസ്പോറസ് ഫൈക്കാറ്റസ് എന്നുള്ള ഒരു നല്ല സുന്ദരൻ പുല്ലാണ്.
ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ പിന്നെ ഇതാണ് ഒരു വെറൈറ്റി ഏമ്പൻ പുല്ല്, ഹെറ്ററോപോഗോൺ ട്രിറ്റീഷ്യസ്. നമ്മുടെ സാധാരണ ഏമ്പൻ പുല്ല് ഹെറ്ററോപോഗോൺ കൺട്രോട്ടസ് ആണ്. അത് പുര പുതക്കാനും മറ്റുള്ള ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ ചെറിയ പുല്ലുകൾ ചിലതൊക്കെ ഉണ്ട്, ഹോറോപെഷ്യൻ തൊമേഷ്യം, അതുപോലെ മൈക്രോക്ലോവ കുന്തി. ഇതൊക്കെ ഒരു ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ മണ്ണൊലിപ്പൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളർന്നു വരുന്നത്. വളരെ വളരെ ചെറുതാണ്, ഏകദേശം ഒരു 10 സെന്റിമീറ്റർ നീളത്തിലൊക്കെ ഉണ്ടാവുന്നത് അതിന്റെ ഇൻഫ്ലോറൻസ് അടക്കം. അപ്പൊ ഇതൊക്കെ സെൻട്രൽ ഇന്ത്യയിൽ ജബൽപൂരിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഇതൊക്കെ. പിന്നെ കോയിക്സ് ലാക്രിമ ജോബി എന്ന് പറഞ്ഞ ജോബി സ്റ്റിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷീസ് ഉണ്ട്. ഈ കല്ലച്ചെടി എന്നൊക്കെ പറയാം നമുക്ക്. ഇതിനെ കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഈ സ്പൈക്കലെറ്റ് അല്ലെങ്കിൽ അതിന്റെ ആ സീഡ് കൊണ്ട്, ഉള്ളില് ദ്വാരമുള്ള ഒരു സീഡാണ് അതിനുണ്ടാവുക. അതേപോലെ വേറൊന്നാണ് ഈ പോളിറ്റോക്ക ബാർബാറ്റ അല്ലെങ്കിൽ കിയോനാക്കെ കൊയിനിഗി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്പീഷീസ്. ഇതും വെള്ളം ധാരാളമായിട്ടുള്ള അല്ലെങ്കിൽ മാർഷിയായിട്ടുള്ള ഏരിയയിലാണ് ഇത് വളരുന്നത്. അതിന്റെ വേറൊരു സ്പീഷീസ് ആണ് കോയിക്സ് ജജാൻഷ്യ. ഇതെല്ലാം തന്നെ ഈ കല്ല ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പുല്ല് പശുക്കൾക്കൊക്കെ കഴിക്കാനും ഇത് നല്ലതാണ്. അപ്പം ഇത് ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഈ കല്ല ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ മാലയാണ്. ധാരാളം ഇങ്ങനെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മാലയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഒരു സൂചിയൊന്നും വെച്ചിട്ട് ദ്വാരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിന് ആ ദ്വാരമുണ്ട്, അതിൽ നൂല് കോർത്താൽ മാത്രം മതിയാവും. പിന്നീട് ഉള്ളതാണ് ആൻഡ്രോപോഗൻ പുമിലസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നല്ല അധികം ഉയരത്തിൽ വളരാത്ത ഒരു ചെടിയാണ്. അതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ താഴത്തെ അതിന്റെ സ്പൈക്കിന്റെ തൊട്ട് താഴത്തെ ഒരു 3 കൊമ്പ് പോലെയുള്ള ഭാഗത്തിന്റെ മേലെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ഐഡന്റിഫിക്കേഷൻ ഫീച്ചറാണ്. അതുപോലെ ആർത്രാക്സോൺ മീബോൾഡി അല്ലെങ്കിൽ ആർത്രാക്സോൺ ലാൻസിഫോളിയസ്, അങ്ങനെ ആർത്രാക്സോണിന്റെ ഒരു ധാരാളം സ്പീഷീസ് ഉണ്ട്. ഇത് ആർത്രാക്സോൺ നമ്മുടെ കാടിന്റെ അരികുകളിലൊക്കെ കാണാം, കുറച്ച് വെള്ളം നനവുള്ള സ്ഥലങ്ങളിൽ കാണാം. ഇതിനും ഈ സ്പീഷീസിനും അല്ലെങ്കിൽ ഈ ജിനസിലുള്ള എല്ലാ സ്പീഷീസിനും ഇങ്ങനെ നല്ല ഓർണമെന്റേഷൻ കാണാം ഇതിന്റെ ബ്ലൂമിന്റെ മേലെ. പിന്നെ നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഈ അപ്ലൂഡ മ്യൂട്ടിക്ക. നമ്മുടെ കാടിന്റെ അരികില് കാട്ടില് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും, അപ്ലൂഡ മ്യൂട്ടിക്ക. അപ്പൊ ഇത് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഇതില്. അതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല താഴത്തും ഞെട്ടിന്റെ അടുത്താണെങ്കിലും അറ്റത്താണെങ്കിലും നല്ല നേർന്നിട്ടാണ് അല്ലെങ്കിൽ കുറിപ്പിച്ചാണ് ഇതിലുള്ളത്. അപ്പം അത് മാത്രല്ല, ഇത് ആദ്യം ചെറിയ പടരുന്ന പുല്ല് പോലെ വളർന്നിട്ട് കുറച്ച് വലുതായി അതിന് വേര് താഴത്ത് സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഏരിയൽ റൂട്ടാണ് ഉണ്ടാവുക. അത് വെച്ചിട്ട് സപ്പോർട്ടായി അത് മേലെ വലിയ നല്ല വണ്ണമുള്ള ചെടികളായും അത് മേലോട്ട് വളർന്നു. അപ്പൊ ആ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ വളരുന്നു. അല്ലെങ്കിൽ ചെറിയ പടർന്ന് വളർന്ന ചെടിയായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അത് പുര പുതക്കാനൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു സ്പീഷീസ് ആണ് ക്രൈസോപോഗൺ ഫൾവസ്. ഇതും നല്ല വരണ്ട പാറ നിറഞ്ഞ സ്ഥലങ്ങളിലും ഒക്കെ ഇത് വളരുന്നുണ്ട്. പിന്നീട് ഏറ്റവും നമ്മള് നാട്ടില് ഡേഞ്ചറസ് ആയി എന്ന് പറയായിട്ട് വളരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുല്ലാണ്. ഇത് കണ്ടത്തിലൊക്കെയാണ്, നല്ല വെള്ളമുള്ള കണ്ടത്തിലൊക്കെയാണ് ഇത് വളരുന്നത്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ കൃഷിക്കാര് പറയും ആ സ്ഥലം പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സ്പ്രെഡാണ്. ഇഞ്ചി പുല്ല് എന്ന് പറഞ്ഞാൽ ഇഞ്ചി പോലെ അതിനൊരു കിഴങ്ങുണ്ടാവും, ഇഞ്ചിക്കൊടി എന്ന് അതിന് പറയാം. ഞാനൊക്കെ ചെറുതുണ്ടാകുമ്പോൾ പുല്ലരിയാൻ പോകുമ്പോൾ ഇതൊക്കെ അരിഞ്ഞു കൊണ്ടുവരും. പക്ഷെ പുല്ലരിയാനും കുറച്ച് കഷ്ടമാണ്, നല്ല ഹാർഡി ആയിരിക്കും. അതുപോലെ ഇത് പാനിക്കത്തിന്റെ ഒരു സ്പീഷീസ് ആണ്. വേറൊരു സ്പീഷീസ് ഉണ്ട് അതില്, പാനിക്കം ആന്റിഡോട്ടേൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, സെൻട്രൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇതിന്റെ നായ കടിച്ചാലുള്ള പേ ഇളകി കഴിഞ്ഞാലുള്ള അതിന് കൊടുക്കുന്ന മരുന്നിൽ ഇതും കൊടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ ബിസൻ എന്ന ഒരാള് അത് കൊടുത്ത് 2-3 പേരുടെ അസുഖം വന്ന സമയത്ത് തന്നെ അതിനെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പുല്ലാണ് അത്. ശരിക്കും പാനിക്കം ആന്റിഡോട്ടേൽ ഇതേപോലെയുള്ള ഒരു സ്പീഷീസ് ആണ്. പിന്നെ ഹെറ്ററോപോഗൺ കണ്ടോട്ടസ്, നമ്മളെ ഏമ്പൻ പുല്ലാണിത്. ഇതും പുര പുതക്കുന്ന വേണ്ടിയിട്ടുള്ള പുല്ലില് ഒരു ഇതാണ്, നല്ല ഹാർഡിയാണ്.
ഒരുപാട് കാലത്തേക്ക് ഇത് നിന്നുകൊള്ളും. അതിന് വെള്ളമൊന്നും കൊള്ളാതെ ഇരുന്നാണെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് നിൽക്കുന്ന ഒരു പുല്ലാണിത്. പിന്നീടുള്ളത് നമ്മുടെ വയലിൽ കാണുന്ന ഒരു പുല്ലാണ് എക്കൈനോക്ലോവ കൊളോണം എന്ന് പറഞ്ഞാൽ കല്ലപ്പുല്ല് എന്ന് പറയും. കല്ലപ്പുല്ല് ഇത് നെല്ലിന്റെ കൂടെ തന്നെ, പക്ഷെ ഇതിന്റെ ഗ്രെയിൻസും കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പേരിൽ അതിന് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ വയലുകളിലൊക്കെ ഇത് നമ്മൾ കളയായിട്ടാണ് കണക്കാക്കുന്നത്, അതിനെടുത്ത് കളയാറുണ്ട്. പിന്നെ കളയായിട്ട് വളരുന്ന വേറൊരു സ്പീഷീസിന്റെ വട്ടിപ്പുല്ല് എന്ന് പറഞ്ഞിട്ട് സാക്സിയോലപ്പിസ് ഇൻട്രപ്റ്റ. പിന്നെ ഇത് ഡാക്ടൈലോക്ടീനിയം ഈജിപ്ഷ്യ, നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ വീട്ടിന് ചുറ്റിനും ഒക്കെ തന്നെ കാണുന്ന ഒരു സ്പീഷീസ് ആണിത്, ഡാക്ടൈലോക്ടീനിയം ഈജിപ്ഷ്യം. ഇത് 4 ഫിംഗർ പോലെയുള്ളതുണ്ടാവും, 6 ഉണ്ടാവും, 3 ഉണ്ടാവും, അങ്ങനെ കുറെ മാറ്റമുണ്ട്. ഇതിൽ തന്നെ 3 സ്പീഷീസ് ഉണ്ട്. സിൻഡിക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഈജിപ്ഷ്യം, ഇൻഡിക്കം, അങ്ങനെ 3 ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഏറ്റവും നല്ലൊരു സുന്ദരനായിട്ടുള്ള ഒരു പുല്ല്, നാസിയ റെസിമോസ് ആണ് ഇതിന്റെ നേരത്തെയുള്ള പേര്, ഇപ്പൊ ട്രാഗസ് റോക്സ്ബർഗി. പക്ഷെ അതിന്റെ ഒന്ന് ഓർണമെന്റേഷൻ നോക്കുക, നല്ല കയ്യിലൊന്ന് എടുക്കുന്ന സമയത്ത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും, ക്ലോസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മുള്ളു പോലെ, അല്ലെങ്കിൽ വളഞ്ഞ മുള്ളുകളുള്ള ഒരു ഇതാണ്. പിന്നെ ഡൈനബ്ര റിട്രോഫ്ലക്സ, നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വന്ന് ആക്സിഡന്റലായി വന്ന് വളരുന്ന ഒരു ചെടിയാണിത്, ഈ ഡൈനബ്ര റിട്രോഫ്ലക്സ. പിന്നെ അതിന് മലയാളം പേരുണ്ടോന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ ഹെക്കേലോക്ലോവ ഗ്രാനുലാരിസ്, ഇതും പാറ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ഏരിയയിലും പിന്നെ കുറച്ച് മൂറം സോയിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്ന ഒരു പുല്ലാണിത്. അതിൽ നോക്കൂ, അതിന്റെ ഗ്ലൂം, ഓർണമെന്റേഷൻ, ഇത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ്. പിന്നെ റോഡ്ബോയിലിയ കൊച്ചിൻ ചൈനൻസിസ്, ഇത് ഈ ഇൻഫ്ലോറസൻസ് ഇങ്ങനെ ഓരോ സ്പൈക്കിലേറ്റ് ഉള്ളതിന്റെ പൊട്ടിയിട്ട് അത് മേലെ നിന്ന് താഴോട്ട് വീണ്, അങ്ങനെ ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ. റോഡ്ബോയിലിയ കൊച്ചിൻ ചൈനൻസിസ്. അതേപോലുള്ള വേറൊരു സ്പീഷീസ് ഉണ്ട്, ഹെമാത്രിയ കംപ്രസസ്. അപ്പൊ ഇതൊക്കെ ഞാൻ ബൊട്ടാണിക്കൽ നെയിം പറയുന്നത് കൊണ്ട് വിഷമമുണ്ടോന്ന് അറിയില്ല ആർക്കും, പക്ഷെ അതല്ലാതെ വേറെ ഇതിന് പേരുകളും ഇല്ല. പിന്നെ ഇതാണ് ഡിജിറ്റേറിയ സീലിയാരിസ്, നമ്മുടെ വീട്ടിന് അടുത്തൊക്കെ തന്നെ റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് ഡിജിറ്റേറിയ സീലിയാരിസ്. ഡിജിറ്റേറിയയിൽ ധാരാളം സ്പീഷീസ് ഉണ്ട്, ഡിജിറ്റേറിയ സ്ട്രിക്റ്റ, ഡിജിറ്റേറിയ ലോഞ്ചിഫ്ലോറ, സാങ്ക്യുനൈലിസ്, അങ്ങനെ കുറെ സ്പീഷീസ് ഡിജിറ്റേറിയയിലുണ്ട്. പിന്നെ പെറോട്ടിസ് ഇൻഡിക്ക, വേറൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്, പെറോട്ടിസ് ഇൻഡിക്ക. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും എത്തുന്ന ഒരു സ്പീഷീസ് ആണ് ഈ തൈസനോലിന മാക്സിമ, നമ്മുടെ ബ്രൂം ഗ്രാസ്. ഈ വീടുകളിൽ ഇപ്പോൾ ഫുൽവാരി ജാഡു എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ പറയുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചൂല്. അപ്പൊ ഈ ഒരു സ്പീഷീസ് ആണ് അതിനുപയോഗിക്കുന്നത്. ഇപ്പം ഇത് ഭൂട്ടാനിൽ പോയ സമയത്ത് ഇത് ആക്ച്വലി ഭൂട്ടാനിൽ കളക്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നതാണ്. അതിലെ ആൾക്കാരൊക്കെ, നേപ്പാളീസൊക്കെ ഇവിടുന്ന് ബംഗാളിൽ നിന്ന്. അപ്പം ഈ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് കളക്ട് ചെയ്യുന്നതാണ്. ഞങ്ങള് ഈ ഒരു EIA സ്റ്റഡീസിന് പോയ സമയത്ത് കണ്ടപ്പോൾ ഫോട്ടോ എടുത്തതാണിത്, ഈ ബ്രൂം ഗ്രാസ്. പിന്നീട് ധാരാളമായിട്ട് പുല്ല് ഈ പുര പുതക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള പുര പുതച്ചിരിക്കുന്നത് വൈക്കോൽ കൊണ്ടാണ്. പക്ഷെ പുര പുതക്കാനായിട്ടും ധാരാളം പുല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ഈ ഇംപെരട്ട സിലിൻഡ്രിക്ക, നമ്മുടെ ദർഭ, അതുപോലെ തിമിഡ ട്രയാൻഡ്ര, തിമിഡ ക്വാഡ്രിവാൾവിസ്, പിന്നെ ലെപ്റ്റോക്ലോവ, അങ്ങനെയൊക്കെയുള്ള സ്പീഷീസ് ആണ് ധാരാളം ഉപയോഗിക്കുന്നത്. അതുപോലെ ഡൈമീരിയ എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, അതിലുള്ള സ്പീഷീസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വളരെ സോഫ്റ്റ്, നെയ്പുല്ല് എന്ന് അതിന് പറയാം. പക്ഷെ സോഫ്റ്റ് പുല്ലാണ്, പക്ഷെ ഈട് നിൽക്കും, ഒരുപാട് കാലത്തേക്ക് ഈട് നിൽക്കും. എൻ്റെ വീടിന്റെ ഒക്കെ മുമ്പ് പുര പുതക്കുന്ന സമയത്ത് ഇതൊക്കെ ഓരോന്നും എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ എക്കണോമിക്സ് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും ആഹാരമായിട്ട് നമ്മൾ കാണുന്നത് ഈ പുല്ലുകളാണ്. കാരണം പുല്ലുവർഗത്തിൽ നിന്നാണ് നമുക്കുള്ള കംപ്ലീറ്റ് ആഹാരങ്ങൾ. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുല്ലുവർഗം ചെടി അതിലുണ്ടാവും. ഈവൻ നമ്മുടെ വെല്ലം, പഞ്ചസാര, പിന്നെ കോൺഫ്ലേക്സ്, അതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും സ്പീഷീസുകൾ ഇങ്ങനെയുള്ള പുല്ലുവർഗത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
പ്രധാനപ്പെട്ട എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നെല്ല്, ചോളം, ഗോതമ്പ്, പിന്നെ ഓട്സ്, റാഗി, തേന, കമ്പ്, ബാർലി, ചോളം, വേറെ കുതിരവാലി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ധാന്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിന്റെ റിലേറ്റീവ്സ് ആയിട്ട് ഒരുപാട് ഈ ഗ്രാസ് ലാൻഡുകളിൽ നമുക്ക് കാണാം. ഇത് നമ്മുടെ വയലിലൊക്കെ കാണുന്ന, കുളത്തിന്റെ കരയിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ശരിക്കും ഇത് നെല്ലിന്റെ ഒരു ബന്ധു തന്നെ പറയാം, ലീർസിയ ഹെക്സാൻഡ്ര. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നെല്ല് പോലെ തന്നെ ആയിരിക്കും കതിര് വിളഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വരിനെല്ല്, അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒറൈസ റൂഫി പോഗോൺ, അതുപോലെ ഒറൈസ ലാറ്റിഫോളിയ, ഒറൈസ മലമ്പുഴൻസിസ്, അങ്ങനെ ഒറൈസയുടെ തന്നെ ഒരുപാട് സ്പീഷീസ്, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളതും സബ്മർജ്ഡ് ആയിട്ടൊക്കെയുള്ള സ്പീഷീസ് ഉണ്ട്. അതൊക്കെ ഇതിന്റെ എന്താണ് വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് അവർ ഗ്രെയിൻസ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നു ഇക്കോളജിക്കലി, അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഒരു സർവൈവൽ. നമ്മൾ പറഞ്ഞു ഇത് ഭയങ്കര ആദ്യം ഒരു ഡിസ്റ്റർബ്ഡ് സൈറ്റിൽ എത്തുന്നത് ഈ പുല്ലുകളാണ്. അപ്പോ ഇതിന്റെ ഒരു കാര്യം, ധാരാളം ഇതിന് വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കിട്ടിയ വെള്ളത്തിന് അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകിച്ചുള്ള അനുകൂലനം. മാത്രമല്ല, ഇത്രയും വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സോയിലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതിന് അത്രയും കഴിയുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഈ അറേഞ്ച്മെന്റ് ഓഫ് ഷീത്ത്. അപ്പൊ അതിന്റെ പ്ലാന്റിന്റെ, അല്ലെങ്കിൽ ആ പുല്ലിന്റെ ബോഡി, അതിന്റെ അറേഞ്ച്മെന്റ്, ഈ ഷീത്തും ലീഫും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നിന് മേലെ ഒന്നായിട്ടാണ്. അപ്പം ഒരു തുള്ളി വെള്ളം ഒരു ഇലയിൽ വീണ് കഴിഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് അതിന്റെ സെന്ററിലേക്കാണ്. അപ്പം ഓരോ സ്ഥലത്തുനിന്നും താഴ്ന്നിറങ്ങി അതിന്റെ വേരിലേക്ക് നേരിട്ട് വെള്ളം എത്തിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ സർവൈവ് ആക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കരിഞ്ഞ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, പെരിനിയൽ ഗ്രാസ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിന് പുതിയ ഇല നാമ്പ് കാണാൻ പറ്റും. അത്രയും ക്വിക്കാണ് ഇതിന്റെ ആക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പയനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുല്ല് ഒന്ന് ജസ്റ്റ് പെരിനിയൽ ഗ്രാസസ്, പെരിനിയലായിട്ടുള്ള പുല്ലുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ജസ്റ്റ് സർഫേസിലായിരിക്കും അതിന്റെ സ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റൈസോം. ശരിക്കും ഇതിനെ റൈസോം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഈ ഒരു പുല്ലുകൾ 3 ഗ്രൂപ്പിലാണ് വരുന്നത്. ശരിക്കും തീറോഫൈറ്റ്സ്, അതുപോലെ ഹെമിക്രിപ്റ്റോഫൈറ്റ് ആൻഡ് ക്രിപ്റ്റോഫൈറ്റ്. ഈ 3 ഹെമിക്രിപ്റ്റോഫൈറ്റ് എന്നുള്ള ഇതാണ് ധാരാളമായിട്ട് പെരിനിയൽ ഗ്രാസസ് വരുന്നത്. അപ്പൊ അത് ഇതിന്റെ പുല്ലുകളുടെ ഉണങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങളുടെ അടിയിൽ ഈ പുല്ല് ഇങ്ങനെ ഡോർമന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു മഴ കിട്ടി അത് ആ ഒരു ഏരിയ പെട്ടെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിന്റെ പുതിയ പുല്ലിന്റെ നാമ്പുകൾ പുറത്തേക്ക് വരും. അപ്പം അതൊരു സർവൈവൽ മെക്കാനിസം ആണ്. ഇനി പുല്ലിന്റെ പോളൻ ഗ്രെയിൻസ്, അതുപോലെ സീഡ്സ്, ഇതെല്ലാം വളരെ ചെറിയതായതുകൊണ്ട് തന്നെ കാറ്റിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഡിസ്റ്റർബ്ഡ് സൈറ്റിൽ ആദ്യം എത്തുന്ന ഒരു ഗ്രൂപ്പ് പുല്ലുകളാണ്. അങ്ങനെ ഒരു സർവൈവൽ ടെക്നിക്കും ഇതിലുണ്ട്. പിന്നീട് പുല്ലുകൾ, ധാരാളം പുല്ലുകൾക്കൊക്കെ ഓൺസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൂചി പോലുള്ള ഒരു സാധനം, അതിനൊരു മൂവ്മെന്റ് ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് മൂവ്മെന്റ് എന്ന് പറയും. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു സൈഡിലേക്ക് കറങ്ങാൻ തുടങ്ങും. വെള്ളം ഡ്രൈ ആവുമ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കറങ്ങും. അങ്ങനെ ആ കറങ്ങുന്ന മൂവ്മെന്റ് ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് മൂവ്മെന്റ് പറയും. അതുകൊണ്ട് തന്നെ ആ വിത്ത് അതിന്റെ പൂങ്കൊലയിൽ നിന്ന് താഴെ വീണ് മണ്ണിനുള്ളിലേക്ക് പോകാൻ വരെ ഇതിന് ഈ പുല്ലിനെ സഹായിക്കും ഇങ്ങനെയുള്ള ഓൺസ് കൊണ്ട്. ഒക്ക, ഓൺസിന് നമ്മൾ മലയാളത്തിൽ ഒക്ക എന്നാ പറയുന്നത്, നെല്ലിന്റെ ഒക്ക. പിന്നെ ചില സമയത്ത് കല്ലുകളുടെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് വരെ ഈ പുല്ലിന്റെ വിത്തുകൾ എത്തിച്ചേരുകയും അങ്ങനെ അവിടെ അതിന് വളരാൻ പറ്റുകയും ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഈ പുല്ല് ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫിൽ കാണുമ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഏമ്പൻ പുല്ലിന്റെ എന്ന് പറഞ്ഞാൽ ഹെറ്ററോപോഗോൺ കണ്ടോട്ടസിന്റെ സീഡിന്റെ മൂവ്മെന്റ് ആണ്. മൂവ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലസ്റ്ററായി മാറിയിരിക്കുന്നത്. അത്
ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഹോൺ ഇങ്ങനെ മൂവ് ആവുന്നത് കാണാം. അത് ഞാൻ സ്പെഷ്യലായി കുറച്ച് വെള്ളം തളിച്ചപ്പോൾ അങ്ങനെ മൂവ്മെന്റ് അല്ലെങ്കിൽ അത് വളയുന്നതും കെട്ടിമറിയുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് കുറച്ചു നേരം നോക്കി നിന്നാൽ മാത്രം മതിയാവും. അപ്പൊ അങ്ങനെ ഈ പുല്ലുകളുടെ വിത്തിന് ഇങ്ങനെയൊക്കെ പോവാൻ പറ്റും എന്നുള്ളത് എന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് കാണുന്നത്. ഇത് കരിങ്കൽ പൊട്ടിച്ച് റോഡ് സൈഡിൽ പൊട്ടിച്ചെടുത്തിരിക്കുന്ന കരിങ്കല്ലുള്ള ഒരു സ്ഥലമാണ്. ഈ ഫോട്ടോഗ്രാഫ് എടുത്തത് കോത്തഗിരി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ഇതാണ്. അപ്പൊ അതില് പറയുന്നത് experiment with controlled environment have shown that human cannot easily build ecosystem to support human needs. ഇങ്ങനെയുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന് നമുക്ക് എക്സ്പെരിമെന്റ് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് വലിയൊരു എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് ഫൈനൽ ഡിക്ലറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഈ പുല്ലുകൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തൊക്കെ എത്താനുള്ള കാരണം തന്നെ അതാണ്. അപ്പൊ ആ കല്ലിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ 1-2 പുല്ലുകൾ വന്നതിന് ശേഷം ആ പുല്ലുകളാണ് മുഴുവൻ അവിടെ കവറായി. പിന്നീട് അതിന്റെ മേലെ ബാക്കിയുള്ള വുഡി സ്പീഷീസ് അല്ലെങ്കിൽ മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ വന്നു. പക്ഷെ പുല്ലാണ് അവിടെ ആദ്യം എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുൽമേട്ടിലൊക്കെ ധാരാളം പൊടി, ഇത് ടൺ കണക്കിന് പൊടിനെ സൂക്ഷിച്ച് അല്ലെങ്കിൽ കാറ്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നു എന്നാണ് പഠനങ്ങളും മനസ്സിലാക്കുന്നത് ഈ പുൽമേട്ടില്. അപ്പം അങ്ങനെ ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് അത് അവസാനം ഹ്യൂമസിന്റെ ഒരു ഭാഗമായി മോസും അതുപോലെ പല ബ്രയോഫൈറ്റ്സും ആൽഗെ ഇതൊക്കെ ചേർന്നിട്ട് ഒരു നല്ല സ്പോഞ്ച് പോലെ ഇതാകും. അങ്ങനെ ഒരു ഹൈഡ്രോ എന്താണ് വാട്ടർ സൈക്കിളിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരത്തിലൊരു പെർട്ടിക്കുലർ ഫോം ഉണ്ടായി മാറുന്നു. അപ്പൊ അങ്ങനെ വെള്ളം ധാരാളമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ലെയർ ആയിട്ട് നമ്മുടെ പുൽമേട്ടിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ വേറെ തരത്തിലുള്ള എക്കണോമിക് വാല്യൂസ് ആണ്. ഇപ്പോൾ ഈ ഒരു സ്പീഷീസ് യുലാലിയോപ്സിസ് ബൈനാറ്റ എന്ന് പറഞ്ഞിട്ട് സബൈഗ ഗാസ് എന്നാണ് ഇതിന് ഹിന്ദിയിൽ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതില്ല, ശരിക്കും മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അവിടെയൊക്കെ ഉള്ളതാണ്. ആ ഇതിനെ കൊണ്ട് നമ്മുടെ പുല്ലിനെ എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് അതിന് കുറച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ കയറുണ്ടാക്കണം. ഇത് അത്രയും കയറുണ്ടാക്കിയിരിക്കുന്നത്. അതിനെ കൊണ്ട് തെരിയും പിന്നെ അതുപോലെ കട്ടിലും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ പല സ്പീഷീസ് ഉണ്ട് പിന്നെ പേപ്പർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പല ഇതിലും മറ്റുള്ള മരങ്ങളുടെ പൾപ്പിന്റെ കൂടെ കുറച്ച് ഫൈബർ നീളം കൂടുതലുള്ള ഫൈബർ ചേർക്കാൻ വേണ്ടിയിട്ട് പുല്ലുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതാണ് മുളയുടെ ഗ്രൂപ്പ്. ഞാൻ മുളയെ കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല. മുളയും അതുപോലെ ഈ പുല്ലുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നീട് ഉള്ളതാണ് എസെൻഷ്യൽ ഓയിൽ ഇൽഡിങ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുൽത്തൈലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പല സ്പീഷീസുകളുണ്ട്. ഇപ്പം വെറ്റിവർ ഓയിൽ, ഹസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രാമച്ചത്തിന്റെ തൈലം, പിന്നെ സിംബപോഗൺ മാർട്ടിനി എന്ന് പറഞ്ഞ റോസ ഓയിൽ, അതുപോലെ സിംബപോഗൺ മാർട്ടിനി വെറൈറ്റി മോത്തിയ അതിലാണെങ്കിൽ ജിഞ്ചർ ഗ്രാസ് ഓയിൽ, പിന്നെ സിംബപോഗൺ ഫ്ലക്സോസസ് നമ്മുടെ പുൽത്തൈലം, സിട്രാറ്റസിൻ്റെതും പുൽത്തൈലം കിട്ടുന്നു. അതുപോലെ സിംബപോഗൺ നാർഡസ്, വിൻഡേറിയാനസ്, അങ്ങനെ കുറെ സ്പീഷീസിൽ നിന്ന് നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ വാറ്റിയെടുക്കാൻ പറ്റുന്ന പുൽത്തൈലം വാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രൂഡ് മെത്തേഡാണ് ഈ അച്ചൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ വലിയ കൂടത്തിൽ ഇങ്ങനെ ഈ ഒരു കെട്ട് പുല്ലും ഇട്ടിട്ട് അതിന്റെ അതിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കുന്നു. അങ്ങനെ നീരാവി താഴത്തോട് പൈപ്പിൽ ഇവിടെ താഴ്ത്തു വരുന്നു. അവിടെ ഒരു ചാക്ക് പൊതിഞ്ഞ ഇത് മെറ്റൽ പാത്രം ഉള്ളിൽ ഒരു പാനി അല്ലെങ്കിൽ കുടം
ഈ വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ട് ഒരു ക്രൂഡ് മെത്തേഡ് വഴി ഇതിന്റെ എസൻഷ്യൽ ഓയിൽ ഡിസ്റ്റിലേഷൻ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അവിടുന്ന് ആണ് പിന്നീട് കന്നോജ് എന്ന് പറഞ്ഞ UP-യിലുള്ള കന്നോജ് ജില്ലയിലേക്കുള്ളാണ് ഈ ഇതിലെ എസൻഷ്യൽ ഓയിൽ മുഴുവനും പോകുന്നത്. അവിടെയാണ് ഇതിന്റെ വലിയൊരു മാർക്കറ്റ് ഉള്ളത്. പിന്നീട് ഇപ്പൊ ഇത് നമ്മുടെ പുല്ലുകളുടെ വേറെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഇപ്പൊ മൈനിങ് ഉള്ള സ്ഥലങ്ങൾ, ഇത് ഞങ്ങൾ തന്നെ R&R പ്ലാൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ചെയ്ത ഇതാണ്. ഇപ്പം പലരും പറയും ഭൂവസ്ത്രങ്ങളൊക്കെ, നമ്മൾ തന്നെ പറയുന്നു ഭൂവസ്ത്രങ്ങളൊന്നും അധികം ശരിയല്ല പലതിനെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, ചില സിറ്റുവേഷനിൽ അത് ശരിയല്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ, ഇത് ഓൾറെഡി ഡിസ്റ്റർബ് ആയിരിക്കുന്ന 100 മീറ്റർ വരെയെല്ലാം ഉയരമുള്ള മൈൻ ഓവർബർഡൻ ഡംസ് ആണിത്, വേസ്റ്റ് ഡംപ്. അപ്പൊ അതിനെ അവസാനം തട്ട് തിരിച്ചിട്ട്, കാരണം അല്ലാതെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തട്ട് തിരിച്ചിട്ട് അതിന്റെ മേലെ ഭൂവസ്ത്രം കയർ മാറ്റ് ഇട്ടിട്ട് അതില് പുല്ലിന്റെ വിത്ത് അതിനെ സ്ലറിയാക്കി ഈ പൈപ്പ് കൊണ്ട് ഒരു സ്പ്രേ ചെയ്താണ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് ഈ ഭൂവസ്ത്രത്തിന്റെ മേലെ പുൽവിത്തുകൾ വിതറിയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അവസാനം അതിന്റെ ഇതുണ്ടാക്കുന്ന സമയത്തുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അതേ സ്ഥലത്തുള്ള ഒരു ഫോട്ടോ ആണിത്. ഞങ്ങൾ ഇതൊക്കെ RR റിക്ലമേഷൻ റീഹാബിലിറ്റേഷൻ പ്ലാനിൽ സുപ്രീം കോർട്ടിന്റെ ഒരു കമ്മിറ്റി ആയിരുന്നു അതിന് ഉണ്ടാക്കിയിരിക്കുന്നത്. കർണാടകത്തിലെ മൈനുകൾക്കെല്ലാം R&R പ്ലാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സുപ്രീം കോടതി ആ മൈനുകളെ പിന്നീട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പർപ്പസിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പുല്ലുകളുടെ അത്രയും ഹാർഡി നേച്ചർ ആയതുകൊണ്ടാണ്. വെയിലാണെങ്കിലും അത്രയും ഹാർഡി ആയിട്ടുള്ള ഇതിൽ നിൽക്കും. അതുപോലെ പല പുല്ലുകളും ഓർണമെന്റൽ ഗ്രാസ് ആയിട്ട് ഉപയോഗിക്കാം. പാമ്പാസ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇതില്ല, പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ഫൗണ്ടെയിൻ ഗ്രാസ്, പെനിസിറ്റം സ്പീഷീസ്, അതുപോലെ റൂബി ഗ്രാസ്, മെലിനിയസ് സ്പീഷീസ്, പർപ്പിൾ ഫൗണ്ടെയിൻ ഗ്രാസ്, പെനിസിറ്റം സെറ്റേഷ്യം. ഇത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു, പല ഗാർഡനുകളിലും എത്തിയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ പെനിസിറ്റം, മറ്റുള്ള പെനിസിറ്റം പോലെ തന്നെ ഇതും സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ ഇത് മധ്യപ്രദേശ് ഒരു ജാബുവ എന്ന് പറഞ്ഞ ധാർ എന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്. അവര് ഈ പുല്ലുകൾ ഉപയോഗിച്ചിട്ട്, മുളയും പുല്ലും ഉപയോഗിച്ചിട്ട് വീടിന്റെ ചുമര് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുല്ല് ആദ്യം വെച്ച് കെട്ടി അതിന്റെ മേലെ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണക്കിയിട്ട്, പക്ഷെ നല്ല ഇതാണ്. അതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് ഉണ്ട്. അതിന്റെ ഫുൾ ചുമരുകൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഗ്രാസ് ആർ യൂസ്ഡ് ഫോർ പേപ്പർ മേക്കിംഗ്, കമ്പോസിറ്റ്സ് ആൻഡ് സം ആർ മെഡിസിനൽ. നമുക്ക് ഒരുപാട് പുല്ലുകൾ മെഡിസിനൽ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറുകപ്പുല്ല്, സൈനഡോൺ ഡാക്ടൈലോൺ, പിന്നെ ഈ കുശ, അതുപോലെ ദർഭ എന്നൊക്കെയുള്ള ചിലതിന് പൂജയ്ക്കും അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഒരു പുൽമേട്ടിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദിസ് മേ ബി ഒറിജിൻ ഓഫ് എ സ്ട്രീം എന്ന് പറഞ്ഞു. അപ്പൊ ഇക്കോളജിക്കലി ഈ ഗ്രാസ് ലാൻഡിനും പുല്ലുകൾക്കൊക്കെ ധാരാളം റോളുണ്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ, ഇത് സൈലന്റ് വാലിയിലുള്ള ഒരു സീനാണ്. മേലെ പുൽമേടാണ്, താഴത്തെ മഴക്കാലത്ത് ഇങ്ങനെ മഴ കഴിഞ്ഞിട്ടും ധാരാളം വെള്ളം ഇങ്ങനെ വിറ്റിട്ട് വീഴും. ഇതിൽ നിന്ന് നമ്മൾ വെള്ളം വെച്ച് കുടിക്കുക. ഇത് എൻ്റെ കൂടെ വന്ന മിസ്റ്റർ മുസ്തഫയാണ്. നമ്മൾ വെള്ളം കുടിക്കുമായിരുന്നു അവിടുന്ന്. അപ്പൊ ഇങ്ങനെ ധാരാളം പുല്ലുകൾ അവിടെയുണ്ട്. അതൊക്കെ ഈ വെള്ളത്തിനെ ഇങ്ങനെ കുറെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പുല്ലുകൾ സഹായിക്കുന്നുണ്ട്. ഇത് പളനി അല്ലെങ്കിൽ കൊടൈക്കനാൽ ഹിൽസിൽ ഉള്ള ഒരു ചെറിയൊരു മാർഷി ഏരിയ ആണ്. അത് പുൽമേട്ടിലാണ്. അപ്പോൾ ധാരാളം ഹൈഡ്രോഫൈറ്റ്സ് അവിടെ കാണാറുണ്ട്. ഇവിടുന്ന് ഒരു ചെറിയൊരു സ്ട്രീം ഉത്ഭവിച്ചിട്ട് അത് ഇവിടെ കോതയാർ റിവറായിട്ട് അല്ലെങ്കിൽ നദിയായിട്ട് മാറി. അങ്ങനെ കോതയാർ ഡാം, ഇത് കോതയാർ ഡാമാണ്. ഇവിടുന്നാണ് പഴനി ടൗണിനും ഫുള്ള് വെള്ളം കിട്ടുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്ന ഒരു അരുവി കൈവഴിയാണ് മേലെ ഉണ്ടായിരിക്കുന്നത്. കൊടൈക്കനാൽ മലകളിലാണിത്. അപ്പൊ അങ്ങനെ ഇത് പല തരത്തിലുള്ള ഒരു
എന്താ പുല്ലുകളെ നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പറയാം. ഇനിയും ധാരാളം പറയാനുണ്ട്, പുൽമേടുകളെ കുറിച്ചും പറയാനുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സമയം നമ്മൾ കഴിഞ്ഞു. ഇനി വല്ല ചോദ്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ നമുക്ക് ഫർദർ അത് ചെയ്യാം. കുഞ്ഞിക്കണ്ണൻ നമസ്കാരം. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ തുടക്കം മുതൽ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒരു ഇന്ററാക്ഷനിലെ സമയം ഒരു 10-15 മിനിറ്റ് ആകാം എന്ന് വിചാരിക്കുന്നു. ഈ പ്രസന്റേഷൻ അപ്പൊ ക്ലോസ് ചെയ്യാലോ? പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ചോദ്യം ചോദിക്കുന്നവർ എന്റെ സബ്ജക്റ്റിനോട് നിലവാരം പുലർത്തിയെന്ന് അറിയില്ല, അറിയുന്നത് പറഞ്ഞു അത്ര തന്നെ. അല്ല, ഇത് വളരെ നന്നായിരുന്നു. കാരണം കുഞ്ഞിക്കണ്ണന്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ യാത്ര നടത്തുകയും പഠനം നടത്തുകയും പല കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുകയും അതുപോലെ തന്നെ ഈ ഒരു രംഗത്ത് കൂടുതൽ പഠനം നടത്തിയ ഒരാളെന്ന നിലയിൽ നമുക്കറിയാം പലപ്പോഴും മലയാളം പേരുകളില്ല. അതിന്റെ ഒരു പ്രയാസം ഉണ്ടാകും. കുറെ സാധാരണ കാണുന്ന കുറെ പുല്ലുകളൊക്കെ നമ്മൾ മലയാളം പേര് കൊടുത്തിട്ടുണ്ട്. അത് സാരമില്ല. അപ്പോ ഇന്ററാക്ഷനുള്ള സമയമാണ്. ചോദിക്കുന്നവർ വളരെ സംക്ഷിപ്തമായി വ്യക്തമായിട്ട് ചോദിക്കുക. നമുക്കൊരു 10-15 മിനിറ്റ്. സാറേ നമസ്കാരം. ഞാൻ സന്തോഷ് കുമാറാണ്. സന്തോഷ്, നമസ്കാരം. കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ 2004 ശേഷം ഐ തിങ്ക്. അവസാനം എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഗ്രാസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഞാൻ ഇത് ഇത്രയും വർഷത്തിലാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഒരു ഗ്രാസ് പോലും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും പേടിച്ചിരിക്കുന്ന സാധനമാണ്. ഒന്ന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. പിന്നെ വളരെ 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 മാറി. അതുകൊണ്ട് ഇത് വളരെ സാവധാനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആദ്യം തൊട്ട് തന്നെ. അപ്പൊ ഇത് ആദ്യം എടുക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരിടത്തുനിന്ന് എടുക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് എടുക്കുമ്പോഴത്തേനും ഒരു സ്പീഷീസിൽ നിന്ന് പിടഞ്ഞിരിക്കുന്നത് തന്നെ ഇതിന്റെ ഫിനോടോപ്പിക് പ്ലാസ്റ്റിസിറ്റി കൊണ്ട് തന്നെ അത് ആദ്യം ഹെർബേറി ആക്കുക പോലും ചെയ്യാതെ കളയുകയായിരുന്നു ആദ്യകാലം ചെയ്തിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ട് വളരെ സന്തോഷം. പിന്നെ സാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടാക്സോണമി മാത്രമല്ല, ഒരു വളരെ ഡൗൺ ടു എർത്ത് ഒരു മനുഷ്യനാണ്. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ഇത്രയും വർഷത്തിലെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിനോട് പറയുകയും കൂടെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ കോംപ്ലിമെന്റ്സ്. ശരി, അത്രേ ഉള്ളൂ സാർ. ഓക്കെ, താങ്ക് യു. മനോജ് സാർ. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. സാർ നമ്മള് ക്ലാസ് നന്നായിരുന്നു സാർ, വളരെ നന്നായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമുക്കിപ്പം സാധാരണക്കാർക്ക് പുല്ലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അതാണ് സത്യം. അവർക്ക് അങ്ങനെ ഒരു വർഗീകരണോ അല്ലെങ്കിൽ ടാക്സോണമി അതൊന്നും അവർക്ക് സാധാരണ 1-2 ഇത് ഇനം തിരിച്ചറിയാന്നല്ലാതെ അതിന്റെ പേര് പോലും ആർക്കും അറിയില്ല. അപ്പൊ സാർ നമുക്ക് സാധാരണ നമ്മളിപ്പോ വർഗീകരണ ശാസ്ത്രത്തില് ടാക്സോണമിയിൽ നമ്മളൊരു ടിഗ് വിത്ത് ഫ്ലവർ വിത്ത് സീഡ് അല്ലെങ്കിൽ വിത്ത് ഫ്രൂട്ട്, അതാണല്ലോ നമ്മളൊരു പ്ലാന്റ് ടാക്സോണമിയിൽ പോകുന്ന രീതി. അപ്പൊ നമ്മളെ ഈ പുല്ലുകളെ സംബന്ധിച്ച് നമുക്ക് അനാട്ടമി, പുല്ലിന്റെ ബ്ലേഡിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലേഡിന്റെ അനാട്ടമി, ക്രോസ് സെക്ഷൻ അങ്ങനെയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എത്ര വരെ പോകാൻ പറ്റും? ജീനസ് വരെയോ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? അതില് ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ബാംബൂല് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്പർ ഓഫ് സ്പീഷീസ് അതില് കുറവാണ്. അപ്പൊ അതില് ബാംബൂല് അതിലൊരു PhD ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോ മൈക്രോസ്കോപ്പി സ്റ്റഡി ചെയ്തിട്ട് സ്കാനിങ് അത് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഇലക്ട്രോ മൈക്രോസ്കോപ്പി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആണ്. ഒരൊറ്റ സ്ലൈഡ് അല്ലെങ്കിൽ ഒരു സ്പെസിമെൻ സ്കാൻ ചെയ്യണമെങ്കിൽ അന്നേരം 250 രൂപയാണ്. കാരണം ഗോൾഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഇപ്പം ഗോൾഡ് സ്വർണത്തിന്റെ വില എത്ര, അതനുസരിച്ച് അതിന്റെ ഒരു സാമ്പിളിന്റെ വില കൂടും. പക്ഷെ അതൊരു സാധാരണ മൈക്രോസ്കോപ്പിയില് കഷ്ടമാണ്, കുറച്ച് കഷ്ടമാണ്. സാധാരണ മൈക്രോസ്കോപ്പിയിൽ പറ്റുമോ സാർ? നമ്മളെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ. അതിൽ പറ്റും. അനാട്ടമി ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെ എപ്പിഡെർമൽ സ്ട്രക്ചേഴ്സ് വളരെ ക്ലിയർ ആണ്. അതിന് എന്താണ് എപ്പിഡെർമൽ ഹെയർസ് ഉണ്ട്. അതിന് സിംഗിൾ സെൽഡ് ഹെയർ, ബൈ സെൽഡ് ഹെയർ, പിന്നെ അതുപോലെ ഹെയറിന്റെ മേലുള്ള ഓർണമെന്റേഷൻ, അറ്റാച്ച്മെന്റ്, അതൊക്കെ ഇതിന് ഉപയോഗമാവും.
ഞാൻ ഇതിൽ സിംബപ്പോഗൺ മാർട്ടീനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർട്ടീനിയുടെ ഒരു വെറൈറ്റി സോഫിയ വെറൈറ്റിയും മോത്തിയ വെറൈറ്റിയും രണ്ടും വേർതിരിച്ചറിയാൻ അതിന്റെ മണം മാത്രമാണ്. മണം ചിലപ്പോൾ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇതിന് ഹൈബ്രിഡൈസേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടിനും മിക്സും ആയിപ്പോവും മണം. പിന്നെ അതിന്റെ ഇലയുടെ ആംഗിൾ ആണ് പറയുന്നത് വേറൊന്ന്. പക്ഷെ അതും ചിലപ്പോ നല്ല കാറ്റും പിന്നെ മഴ ധാരാളം പെയ്യുന്ന സ്ഥലമാണെങ്കിൽ അതിന്റെ ആംഗിളും മാറിപ്പോകുന്നുണ്ട്. അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ അതിന്റെ ലീഫിന്റെ. അപ്പൊ ഇതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ എപ്പിഡെർമൽ ഹെയർസ് നോക്കിയപ്പോഴത്ത് അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. അപ്പോൾ ശ്രമിക്കാവുന്നേ ഉള്ളൂ. എവിടെയാണ് സാർ നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥലം? കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് എക്സ്പേർട്സ്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അനാട്ടമി ഇപ്പൊ നശിച്ചു പോകുന്ന ഒരു ബൊട്ടാണിക്കൽ ഫീൽഡാണ്. വളരെ കുറച്ച് ആൾക്കാർ അനാട്ടമി അറിയുന്ന ആളുള്ളൂ. നമുക്ക് തന്നെ നമ്മൾ തന്നെ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. പുതിയൊരു കിഷോർ. കിഷോർ. കുഞ്ഞിക്കണ്ണൻ സാർ, വളരെ സന്തോഷം. കുറെ കാലത്തിന് ശേഷമാണ് സാറിന്റെ ഒരു ക്ലാസ് കേൾക്കുന്നത്. ഇപ്പം ടാക്സോണമിസ്റ്റുകൾ കേരളത്തിൽ തന്നെ 100 കണക്കിനോ 1000 കണക്കിനോ ടാക്സോണമിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ഗ്രാസ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ കൈവിരലിൽ ഒതുങ്ങുന്ന ആൾക്കാരേ ഉള്ളൂ. അതിന് ഒരു കൈയിലെ വിരലിൽ ഒതുങ്ങുന്ന ആൾക്കാരെ ഇപ്പൊ കേരളത്തിലുള്ളൂ എന്ന് പറയാം. അത്രയും ശുഷ്കമാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഒരു ഡൈവേഴ്സിറ്റി സ്റ്റഡിയിൽ ആൾക്കാർ അവോയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രാസ്. ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ നെയിംസ് മാത്രം പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കും. അതിന്റെ പോരായ്മകൾ ഉണ്ട് താനും. അതിന്റെ കോമൺ നെയിമും ഉണ്ടാവില്ല. ഫോറസ്റ്റ് റീജിയനിലേക്കോ ഗ്രാസ് ലാൻഡ്സിലേക്കോ പോയാൽ പെട്ടു. നമ്മളുടെ ഏറ്റവും പിന്നെ അത് മാത്രമല്ല, സൈപ്രേസിയും പോയസിയും തമ്മിലുള്ള ഒരു വേരിയേഷൻ ജങ്കേസെ ഇത് തന്നെ തിരിച്ചറിയാനും വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ആ കോംപ്ലക്സ് ഇത്തിരി പ്രശ്നമാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഫറൂഖുളയിലെ ഗ്രാസസിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തി. അപ്പോ ഡോക്ടർ ജോമി ആയിരുന്നു എന്നെ സഹായിച്ചിരുന്നത്. പിന്നെ ഡോക്ടർ ദിലീപും നമ്മളുടെ കണ്ണൂരുള്ള. അപ്പോ എന്തിനായാലും അപ്പോഴാണ് അതിന്റെ അത്രയും ഡൈവേഴ്സിറ്റി അറിയുന്നത്. അപ്പൊ ഇതൊരു തീരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ്. പിന്നെ അത് മാത്രമല്ല, സാറിന്റെ ക്ലാസ് വളരെ ഡൗൺ ടു എർത്ത്, പലരും സൂചിപ്പിച്ച പോലെ സാറിന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള സെഷൻസ് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന VC ബാലകൃഷ്ണൻ സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. സാറിനും സന്തോഷം. കിഷോർ, താങ്ക് യു. ഓക്കെ സാറേ, ഇതിലൂടെ ഇങ്ങനത്തെ വലിയൊരു അവസരമാണ് ജനങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. ഇങ്ങനത്തെ എക്സ്പെർട്സിനെ കാണാനും പരിചയപ്പെടാനും പറയാനും VC സാറിനോട് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. അതെ, അതുകൊണ്ടാണ് നമ്മള് എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള വെബിനാർ നടത്തുന്നത്. വളരെ പ്രശസ്തരായ ആളുകൾ പലരും ഇതിലെ മുഖം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും KV ഉത്തമൻ ഇവിടെ ഹാജരായിട്ട് കാണുന്നുണ്ട്. സന്തോഷം. പിന്നെ ഇത് കിഷോർ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പൊ എനിക്ക് 2-3 ആൾക്കാരെ ഇതിൽ പരിചയമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളർന്നു വരുന്ന ടാക്സോണമിസ്റ്റിലെ ഗ്രാസിനെ എടുത്ത് കിരൺ രാജ് എന്ന് പറഞ്ഞ ഒരാള്, നമ്മുടെ അതുപോലെ തൊയ്ബ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നെ വേറെയും കുറെ പേര് കിരൺ രാജ് ഉണ്ട്. അതിലും എനിക്ക് തോന്നുന്നു തൊയ്ബ ഏതോ ഒരു ഇതിന്റെ ഒരു കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഈവൻ ഒരു കൊലപാതകത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പുല്ല് സഹായിച്ചു എന്ന് പറഞ്ഞു. കാരണം ആ എവിടെയാണോ കൊലപാതകം നടന്നത് ആ ബോഡിയിൽ കണ്ട ഒരു പുല്ല് അവിടെ ഇല്ലാത്ത പുല്ലാണ്. അപ്പൊ ആ പുല്ലിനെ അന്വേഷിച്ചിട്ട് അവസാനം കൊല നടന്ന സ്ഥലവും അങ്ങനെ ആ കൊലക്കുള്ള കുറ്റം തെളിയിക്കാനുള്ള ഒരു കാരണമായി മാറി പുല്ല് എന്നാണ് പറയുന്നത് കേട്ടത്. പൊതുവെ പാലിനോളജിയിൽ നമ്മൾ ഈ കാര്യം പറയാറുണ്ട്. പാലിനോളജി പഠിപ്പിക്കുമ്പോഴേ ഇത് പറയാറുണ്ട്. ഈ ഫോറൻസിക് സയൻസിൽ വളരെ ഉപകാരപ്രദമാണ് പാലിനോളജി എന്ന് പറയാറുണ്ട്. പോളൻ ഗ്രെയിൻസിന്റെ സാന്നിധ്യം. അതെ 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 അതെ. അപ്പോ താങ്ക് യു. മാഷ, അത് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മലയാളത്തിൽ പുല്ലുകളെ കുറിച്ചുള്ള ഏതെങ്കിലും ആധികാരിക ഗ്രന്ഥമുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ കണ്ടതായിട്ട് അങ്ങനെ ഇല്ല. മലയാളത്തില് ചെറിയ ചെറിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒരു എക്സിബിഷനിൽ വെച്ച് വാങ്ങിയിട്ട് കൊണ്ടുവന്നു ഒരു ചെറിയൊരു പുസ്തകം. അത് സാധാരണ കോമൺ ആയിട്ടുള്ള പുല്ലുകളെ കുറിച്ചുള്ള അതിന്റെ ഫോട്ടോവും പിന്നെ പേരും ഉള്ളത്.
അല്ലാതെ പുല്ലുകളുടെ പ്രാധാന്യം അതൊക്കെ വെച്ചിട്ട്, പക്ഷെ അഗ്രികൾച്ചർ ഫീൽഡ് ഇപ്പം ICARന്റെ അതിന് ഈ എന്താണ് ഫോഡർ റേഞ്ച് ലാൻഡിനൊക്കെ ഉപയോഗിക്കുന്ന പുല്ലുകൾ, അതിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ ഒരു എന്താണ് ഫോറസ്റ്റ് ഗ്രാസ് അല്ലെങ്കിൽ ജനറൽ ഗ്രാസിനെ കുറിച്ചൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. ഞാൻ വായിക്കാത്ത മനുഷ്യനാണ് അധികം. പിന്നെ എന്താ ഒന്ന് പറഞ്ഞു, പുൽവർഗത്തിൽപ്പെട്ട മുളകുകൾ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മുളകൾക്ക് മാത്രമായ ഒരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതേപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. മുളയെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞില്ല, കാരണം അതിന്റെ എക്സ്പേർട്ടുകൾ വേറെ ഉണ്ട്. മാത്രമല്ല അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് വിട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് മുളകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് വെക്കാം. അതെ അതെ, അതിന്റെ ആൾക്കാരുണ്ട്. ഇതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ചെയ്യാം. അതെ അതെ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു സാർ. നമ്മളിപ്പം സാർ ഗ്രാസ് ലാൻഡുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടില് പല പ്രൊട്ടക്റ്റഡ് ഏരിയാസിലും ഈ ഗ്രാസ് ലാൻഡ് കത്തിക്കും, കൺട്രോൾഡ് ബേണിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ 2-3 പർട്ടിക്കുലർ സ്പീഷീസിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അസംഖ്യം മറ്റ് പല സ്പീഷീസ്, ഇപ്പൊ ഗ്രാസ് സ്പീഷീസിനെ കൂടാതെ മറ്റ് ഫോണായി എല്ലാം കൂടെ നശിപ്പിക്കുക. സാറിന്റെ അതിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം. പിന്നെ 2, നമ്മളെ ഈ ഈസ്റ്റേൺ ഗാർഡ്സിൽ സാറ് ധാരാളം വർക്ക് ചെയ്തു, സാറെ ഫോട്ടോസും കാണിച്ചു. അപ്പം നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രാസ് ലാൻഡ്സ് കുറേയും കൂടെ പ്രിമിറ്റീവ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ടേംസ് കറക്റ്റ് ആണോ എന്നറിയില്ല, കുറെ കൂടെ ഓൾഡ് ആയിരിക്കാം. പക്ഷെ ഒരു 70,000 years ബാക്കിൽ നമുക്കുണ്ടായി ഈ ടോബ ഇറപ്ഷൻ നമ്മൾ ഈസ്റ്റേൺ ഗാർഡ്സിലെ പല ഫ്ലോറയെ ശരിക്കും ബാധിച്ചു എന്നും പറഞ്ഞ് ഇൻഡിക്ക എന്ന് പറഞ്ഞ ഡീപ് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പുസ്തകത്തിൽ വായിച്ചിരുന്നു. അത് കാരണം അവിടുത്തെ ഈ പ്ലാന്റ്സിൽ വന്ന ചേഞ്ച് അവിടുത്തെ ആനിമൽസിന്റെ ഡിസ്ട്രിബ്യൂഷനെയും ബാധിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതില് സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുട്ടനാട്ടുകാരനാണ്. അപ്പൊ ഈ കുട്ടനാട്ടില് ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ സഡ് ഫോർമേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കായല് അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്ന പാടത്തില് ഈ വലിയ മാറ്റ് പോലെ വന്നിട്ട് നമ്മുടെ ആദ്യമൊക്കെ പിസ്റ്റിയ വരും, പിന്നെ അതായത് ഐക്കോർണിയ ആയിട്ട് വരും. ഐക്കോർണിയയുടെ മേലെ ഒരു നേറ്റീവ് പ്ലാന്റ് ആണെന്ന്, എനിക്കതിന്റെ കറക്റ്റ് പേരല്ല, ഈ ഷാമം പ്രൊനൗൺസ് ചെയ്യുന്ന പോലും കറക്റ്റ് ആണെന്ന്, ഷാമം ട്രാവൻകോറൻസെ എന്നാണ് ഞാൻ കേട്ടത്. ഇത് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇൻവേസീവിനേക്കാളും വലിയ പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാര്യം പിന്നീട് അവിടുത്തെ വെറ്റ്ലാൻഡ് മൊത്തത്തിൽ ഇല്ലാതെ, കാര്യം എയർ ബ്രീത്തിങ് ഫിഷ് പോലും പിന്നീട് അതിനകത്ത് കാണില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു സ്പീഷീസ്, അതിന്റെ ഇംഗ്ലീഷ് പേര് ഗിനി ഗ്രാസ് എന്നങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തോ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത മെഗാതൈർസസ് മാക്സിമസ്. ഇത് സാറ് പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ ഇവിടുത്തെ റോഡ് സൈഡിൽ ഇതിന്റെ ഒരു സൈക്കിളാണ്. കുറെ വർഷം, ഒരു 20 വർഷം മുമ്പ് റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന സ്പീഷീസ് അല്ല ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതും പോയിട്ട് ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ സാധനമാണ്, മെഗാതൈർസസ് ആണ് ഇപ്പൊ എല്ലായിടത്തും കാണുന്നത്. അതെന്താ അങ്ങനെ മാറി വരാനുള്ള റീസൺ? പിന്നെ ഒരു ചോദ്യവും കൂടെ സാർ, കുറെ ചോദ്യങ്ങൾ വന്നു സാർ. നമ്മളിപ്പം സൈലന്റ് വാലിയിലെ ഫോട്ടോ കാണിച്ചു സാർ, പൂച്ചപ്പാറ എന്നുള്ള ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചു. അവിടുത്തുകാരും പറയുന്നുണ്ട് അവിടെ നിന്നാൽ നേരെ വലിയ പാറത്തോട് കാണാമായിരുന്നു, ഇപ്പൊ അത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഇപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ ഗ്രാസ് ലാൻഡ് കുറയണം, കാട് കൂടണം. പക്ഷെ അത് പോസിറ്റീവ് ആസ്പെക്ട് അല്ലേ? ഐ മീൻ ഈ ഗ്രാസ് ലാൻഡ് മാറി ഈ ഫോറസ്റ്റ് വരുന്നു എന്നുള്ളത്. ഇത്രയാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാറേ. താങ്ക് യു. സാറേ, സാറിന്റെ മൈക്ക് മ്യൂട്ടാണ് തോന്നുന്നു. ഈ പുൽമേട് കത്തിക്കുന്നത് പിന്നെ എന്താണ്, കാലിമേച്ചിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യുന്നത്, റേഞ്ച് ലാൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ആ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രാസ് ആണ് അവിടെ വളർന്നു വരുന്നത്. അതിൽ പെരിനിയൽ ഗ്രാസസ് ഈ പിന്നെ തീനെയൊക്കെ എൻഡ്യൂർ ചെയ്തിട്ട് പിന്നീട് വന്നോളും. പക്ഷെ ഏറ്റവും എഫക്റ്റ് ആവുന്നത് അതിൽ ഈ ആനുവൽ ഗ്രാസ് ആണ്. അതിന്റെ വിത്തടക്കം കത്തിപ്പോവും. അപ്പൊ പിന്നീട് അത് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഈ ഓൺസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ മണ്ണിനടിയിൽ പോയത് അത് രക്ഷപ്പെടും. പക്ഷെ ഇത് പലപ്പോഴും ഈ ആനുവൽ ഗ്രാസസിന് അങ്ങനെയുള്ളതില്ല. പെരിനിയൽ ഗ്രാസസ് ആണ് ഏറ്റവും കൂടുതൽ അത്
അതിൽ സർവൈവ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, പുല്ല് മാത്രമല്ല, ബാക്കിയുള്ള മറ്റുള്ള ഹെർബേഷ്യസ് സ്പീഷീസ് ഉണ്ട്, ആനിമൽസ്, പിന്നെ മണ്ണിരയുടെ പ്രശ്നങ്ങൾ ഉണ്ട്, അതൊക്കെ ഇതാണ്. അപ്പൊ പക്ഷെ അത് വേണമെന്നില്ല. കാടുകളിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇന്റൻഷണൽ ഫയർ ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വേറെ രണ്ടാമത് പറഞ്ഞത് പിന്നെ ഈ നമ്മള് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് അതെന്റെ മെഗാതൈർസിസ് മാക്സിമസ്, ഇത് ശരിക്കും ഒരു ഫോഡർ ഗ്രാസ് ആയിട്ട് കൊണ്ടുവന്നതാണ്, നമ്മുടെ ഇറക്കുമതി ചെയ്തതാണ്. അത് അങ്ങനെ കൃഷി സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ ഇല്ല സ്ഥലങ്ങളിൽ മുഴുവനായി. കാരണം അത് എത്രയാ വിത്തുകൾ ഉണ്ടാക്കുന്നത്. ഒരൊറ്റ കൊലയില്, ഞാൻ ആ ഒരു പിക്ചർ കാണിച്ച് ഇന്ന് രാവിലെ എടുത്ത ഫോട്ടോ, അത് ആ വയലിന്റെ നടുക്ക് കൂടെ റോഡുണ്ട്, ആ റോഡ് കംപ്ലീറ്റ് ഈ ചെടിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ പെറോട്ടിസ് ഇൻഡിക്ക അല്ലെങ്കിൽ നാസിയ റെസിമോസ അങ്ങനെയുള്ള പുല്ലുകളൊന്നും ഇപ്പൊ കാണാനില്ല. കാരണം ഇതൊക്കെ പ്രകാശം ആവശ്യമുള്ള, ഞാൻ പറഞ്ഞു ലൈറ്റ് ഡിമാൻഡിങ് ആണ് എല്ലാ സ്പീഷീസും. ഗ്രാസസിൽ വളരെ കുറച്ചെണ്ണം മാത്രമേ ഇത് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ലൈറ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള സ്പീഷീസിനെ മുഴുവൻ ഇത് നശിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, പെനിസിറ്റം പിന്നെ പെഡിസില്ലാറ്റം എന്ന് പറയുന്ന ആ സ്പീഷീസ് ഫോഡർ ഗ്രാസ് ആയിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ ഇത് ഗിനിയ ഗ്രാസ്, ഇത് എന്താ ക്ലോറിസ് ഗ്യാനിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷീസ് ഉണ്ട്. പിന്നെ പെനിസിറ്റം പർപ്യൂറിയോ, അതും നേപ്പിയർ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വളരെ കൂടുതൽ സ്പ്രെഡ് ആവുന്നതാണ്. ആ സ്പ്രെഡിങ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ബാക്കിയുള്ള നാറ്റീവ് ഗ്രാസസ് എല്ലാം പോവാം. പിന്നീട് പറഞ്ഞു കുട്ടനാട്ടിലുള്ള അത് ഇസ്കാമം സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ വേറൊരു യൂറോക്ലോവ നിറ്റിഡ എന്നോ യൂറോക്ലോവയുടെ ഒരു സ്പീഷീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അതിന്റെ മേലെ ഫ്ലോട്ടായിട്ട് പടർന്നോളും, ഫ്ലോട്ടിംഗ് ടൈപ്പ്. അപ്പൊ അതൊക്കെ ശരിയാണ്. ഈ ഇപ്പം കുളവാഴ ചെയ്യുന്ന പോലെ വെള്ളത്തിനടിയിലുള്ള ഈ ജീവികൾക്കും ഒന്നും ലൈറ്റ് കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഇന്റൻഷണൽ ആക്ടിവിറ്റീസ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനേയും സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നു, അത് എന്താണ് എനിക്ക് ഇത്ര പിടികിട്ടുന്നില്ല. ആ പുസ്തകം വായിച്ചപ്പോ ഇതാണ് നമ്മുടെ ഇന്ത്യക്ക് നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പ്രണയ്ലാൽ എഴുതിയ പുസ്തകം. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 70,000 വർഷം മുമ്പ് മൗണ്ട് ടോബ ഇറപ്ഷൻ ഉണ്ടായപ്പോ അവിടെ നിന്നുള്ള വോൾക്കാനിക് ആഷ് എല്ലാം ഇവിടെ വന്നിട്ട് നമ്മുടെ ഈസ്റ്റേൺ ഗാർഡ്സിലെ സെൻട്രൽ ഇന്ത്യയിലെയും അന്ന് വരെ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ലൈഫിൽ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം നമ്മുടെ ഹെർബിവോഴ്സിനെ ബാധിച്ചു, അതേപോലെ അതിന്റെ കാർണിവോഴ്സിനെയും ബാധിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ആ മാറ്റം നമ്മുടെ ഗ്രാസ് ലാൻഡിലും ഗ്രാസ് സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ അറിയേണ്ടത്. അതിനെപ്പറ്റി അധികം അഭിപ്രായം, കാരണം ആധികാരികമായിട്ട് പറയാൻ പറ്റൂല, കാരണം അങ്ങനെയുള്ളതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലും പിന്നെ ഇതിലൊക്കെയുള്ള പുൽമേടുകളെ പറയുന്നത് അതിന്റെ ഫ്രോസ്റ്റ്, അതുപോലെ പിന്നെ ഷാലോ സോയിലൊക്കെ കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ടായിരിക്കുന്നു ആണ് പറയപ്പെടുന്നത്. അതിനെ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഇതാണ്. ഒരു ഗ്രൂപ്പ് അത് പ്രൈമറി ഗ്രാസ് ലാൻഡ് ആണെന്ന് പറയുന്നു, ഒരു ഗ്രൂപ്പ് അതല്ല, ഒരു ഫയർ ക്ലൈമാറ്റിക് ക്ലൈമാക്സ് ആണെന്നും പറയുന്നു, പിന്നെ ഫ്രോസ്റ്റ് എഫക്റ്റഡ് ക്ലൈമാക്സ് ആണെന്നും പറയുന്നു. അപ്പം അങ്ങനെയുള്ള കുറെ ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ ഇതില് സാറ് പറഞ്ഞ പോലെയുള്ള അങ്ങനെ ഒരു ആ ലൈനിൽ എന്റെ സ്റ്റഡി അല്ലെങ്കിൽ എന്റെ റീഡിങ്ങും പോയിട്ടില്ല. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യത്തെ കാര്യം, നമ്മുടെ ഈ ഇരവികുളം നാഷണൽ പാർക്ക്, പെരിയാർ ടൈഗർ റിസർവ് പോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാർക്കുകളിൽ തന്നെ ഗ്രാസ് ലാൻഡ് കത്തിക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെർബിവോഴ്സിന് ഫുഡ് കിട്ടില്ല, അങ്ങനെ വരുമ്പോൾ നാട്ടിലേക്ക് മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ആ സമയത്ത് മറ്റുള്ള ഇതൊക്കെ എഫക്ട് ആവുന്നുണ്ട് എന്തായാലും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഉത്തമൻ സാർ. ഉത്തമൻ സാറുണ്ട് വന്നിട്ട്, കെ വി ഉത്തമൻ. ഉത്തമൻ സാർ കൈ ഓർത്തിരുന്നു. ഉത്തമൻ സാറേ നമസ്കാരം.
ആളില്ലേ? ആള് കാണുന്നുണ്ട്. സാർ കൈ ആ. ഉയർത്തി യെസ് യെസ്. കേൾക്കുന്നില്ല. ഉത്തമൻ സാർ ചോദിച്ചോ. സംസാരിക്കുന്നുണ്ട്. മൈക്ക് ഓൺ ചെയ്തില്ലാന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യും. ഇല്ല. സാർ മൈക്ക് മ്യൂട്ടാണ്. ആ മൈക്ക് പറയൂ. അൺമ്യൂട്ട് ചെയ്തില്ല. കേൾക്കുന്നില്ല. പറയുന്നുണ്ട്. മൈക്ക് മ്യൂട്ട്. മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ ബട്ടൺ സർ. താഴെ രണ്ടാമത്തെ ബട്ടൺ. യെസ്. റേഞ്ചിന്റെ പ്രശ്നം. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. സാർ ടൈപ്പ് ചെയ്തിടുന്നുണ്ട്, സാറിന് പറ്റുന്നില്ല. ഓ, പക്ഷെ ഐ കോൺ ഡു സോറി എന്നാ പറഞ്ഞിരിക്കുന്നത്. സാറല്ല. Even though muted, unmuted, sound is not going out. വോളിയം പുഷ് അതൊന്നുമില്ല. ഓക്കെ. തമൻ സാർ ശ്രമിച്ചിട്ട് കിട്ടിയില്ലാന്ന് തോന്നുന്നു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സാർ നമ്മുടെ ജോമി സാറിന്റെ മോള് ഏലിയമ്മ ജോമിയും ഇപ്പം ഗ്രാസ് ഫിഷിലാണ് വർക്ക് ചെയ്യുന്നത്, PhD പാർട്ട്. ഇതിലുണ്ടായിരുന്നു കണ്ടു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഇതിന്റെ പുല്ലുകളുടെ പാരിസ്ഥിതികമായ പ്രാധാന്യം വളരെ കൂടുതലാണ്. കൺക്ലൂഡ് ചെയ്യാം. എന്നാൽ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. പുല്ലുകളുടെ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാൻ എപ്പോഴും പുല്ലുകളെ പറ്റി വിചാരിക്കുമ്പോൾ ഓർക്കുന്നത് PP രാമചന്ദ്രൻ എന്ന ഒരു കവിയുടെ കവിതയാണ്. 1992 അദ്ദേഹം എഴുതിയ ഹരിതാഭരണം എന്ന കവിതയുടെ ഒരു 4 വരികൾ ഇങ്ങനെയാണ്. അല്ലലകറ്റും ഉഷസ്സായി നാളെ കണ്ണുമിഴിക്കും നമ്മുടെ മകളെ പുല്ലേ എന്ന് വിളിക്കാം ഇനിമേൽ
ഇല്ലതിലേറെ വിലപ്പെട്ടൊന്നും. അത് പുല്ലിനേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഇല്ല. സ്വർണത്തിന് അതിൻ്റെ ഒരു പ്രൈസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹം കൂടുന്ന സമയത്ത് നമ്മൾ വിളിക്കേണ്ടത് യഥാർത്ഥത്തിൽ പുല്ലേ എന്നാണ് വിളിക്കേണ്ടത്, അല്ലെ പൊന്നേ എന്നല്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പൊ ഏതായാലും നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടി ലതിക ടീച്ചറല്ലേ? ഓക്കെ. അപ്പോ വാക്ക് വിത്ത് വിസിയുടെ 31ാമത്തെ വെബിനാറാണ് ഇന്ന് നടന്നത്. നമ്മള് വിലയില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് പുല്ല് അല്ലെങ്കിൽ തൃണം എന്ന പദം പ്രയോഗിക്കുന്നത്. എന്നാൽ സസ്യലോകത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ള, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് തൃണ കുടുംബം. നമ്മുടെ പ്രധാന ആഹാരമായ ധാന്യങ്ങളും നമ്മുടെ മാത്രമല്ല ജീവജാലങ്ങളെല്ലാം നിൽക്കുന്നത്, സസ്യബുക്കുകളെല്ലാം നിൽക്കുന്നത് പുല്ലിനെ ആശ്രയിച്ചാണ്. അതിനെ ആശ്രയിച്ച് തന്നെയാണ് മാംസബുക്കുകളും നിലനിൽക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും നല്ലൊരു എക്കോസിസ്റ്റം എന്ന് പറയാവുന്നതും ഗ്രാസ് ലാൻഡിനെ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഈ തൃണവർഗ സസ്യങ്ങളെ കുറിച്ച് ശ്രീ കുഞ്ഞിക്കണ്ണൻ സാറ് വളരെ മനോഹരമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സാറിന് വാക്ക് വിത്ത് വിസിക്ക് വേണ്ടി വലിയൊരു നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും നന്ദി. ഇനിയുള്ള ക്ലാസ്സിന് വേണ്ടി നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു.